നമുക്കൊരു പ്രാർത്ഥനയോട് തുടങ്ങാം. എഴുന്നേൽക്കാം. ഒരു മിനിറ്റ്. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദാ നാരദോ നഗ്നജിത്യൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈല വിഖ്യാതാ വാസ്തുശാസ്ത്രോപദേശം. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ, അതായത് 21 മഹാദോഷങ്ങളും അവയുടെ പരിഹാരങ്ങളും, ആ മഹാദോഷങ്ങളുടെ പരിഹാരങ്ങളും, ആ ചാപ്റ്റർ തീരാറായിരിക്കുന്നു. 20 മഹാദോഷങ്ങൾ വരെ എടുത്തു, പരിഹാരങ്ങളും എടുത്തു. 21ാമത്തേതാണ് ഇനി എടുക്കാനുള്ളത്. അപ്പോൾ ആ 21ാമത്തെ കൂടെ ആകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ കഴിയും. അടുത്തതിലേക്ക് നമുക്ക് വരും. അപ്പം ഇതിൽ ലാസ്റ്റ് 21ാമത്തെ മഹാദോഷം ഞാനിത് പ്രസന്റ് ചെയ്യാം. അപ്പോൾ 21 മഹാദോഷങ്ങളിൽ 21ാമത്തെയാണ്. നമുക്കറിയാം, നമുക്ക് ഒരു വീടിൻ്റെ ആയാലും ഒരു വസ്തുവിൻ്റെ ആയാലും അല്ലെങ്കിൽ ഏത് കെട്ടിടത്തിൻ്റെ ആയാലും കന്നിമൂലയുടെ ഭാഗം, തെക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയിരിക്കുന്നതും വടക്ക് കിഴക്ക് ഭാഗം താന്നിരിക്കുന്നതും നല്ലതാണ്. അതുപോലെ തെക്ക് വശം പൊങ്ങിയിരിക്കുന്നതും വടക്ക് വശം താന്നിരിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറ് വശം പൊങ്ങിയിരിക്കുന്നതും കിഴക്ക് വശം താന്നിരിക്കുന്നതും നല്ലതാണ്. ഇതെല്ലാം ഇതിന് നേരെ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ, ഒരുപാടത്ത് വരില്ലെങ്കിലും അപൂർവം ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ചില പ്ലോട്ടുകളിൽ, ചില പ്രത്യേക ചായ്വൊക്കെയുള്ള പ്ലോട്ടുകൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നാൽ, അതായത് വടക്ക് കിഴക്കിനേക്കാൾ താഴ്ന്ന തെക്ക് പടിഞ്ഞാറ് വരിക, തെക്കിനേക്കാൾ അല്ലെങ്കിൽ വടക്കിനേക്കാൾ താഴ്ന്ന തെക്ക് വരിക, കിഴക്കിനേക്കാൾ താഴ്ന്ന പടിഞ്ഞാറ് വരിക, ഇതെല്ലാം കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ അത് ഒരു മഹാദോഷമായിട്ട് വരും. അതാണ് മഹാദോഷം എഴുതുന്നത്. വസ്തുവിൻ്റെയും വീടിൻ്റെയും രണ്ടും വേണം. വസ്തുവിൻ്റെയും വീടിൻ്റെയും തെക്കിനേക്കാൾ വടക്കും പടിഞ്ഞാറിനേക്കാൾ കിഴക്കും തെക്ക് പടിഞ്ഞാറിനേക്കാൾ വടക്ക് കിഴക്കും പൊങ്ങിയിരിക്കുക. എഴുതിക്കോളൂ. വസ്തുവിൻ്റെയും വീടിൻ്റെയും തെക്കിനേക്കാൾ വടക്കും പടിഞ്ഞാറിനേക്കാൾ കിഴക്കും തെക്ക് പടിഞ്ഞാറിനേക്കാൾ വടക്ക് കിഴക്കും പൊങ്ങിയിരിക്കുക. എല്ലാവർക്കും സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന കാണാമല്ലോ അല്ലേ? ഹലോ, സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന എല്ലാവരും കാണാം? ഓക്കെ, ശരി. അപ്പൊ ഇവിടെ ഈ ദോഷത്തിന്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഓരോ കേസ് അനുസരിച്ച് നമുക്ക് ഒരു ജനറലായിട്ട് എല്ലാത്തിനും കൂടെ ജനറലായിട്ട് പറയാനൊക്കില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ താഴ്ന്നിരിക്കുന്നത് എപ്പോഴും. അപ്പോൾ അതനുസരിച്ച് ഉള്ള കറക്ഷൻസേ ഒക്കുള്ളൂ, ഡിപ്പെൻഡിങ് ഓൺ ദി കേസ്. അല്ലാതെ ഇതിന് ജനറലായിട്ടൊരു കറക്ഷൻ പറയാൻ ഒക്കില്ല. അപ്പോൾ അതിൻ്റെ അതിൽ എഴുതിക്കോളൂ. ഇത് എഴുതി, ഈ മഹാദോഷം 21ാമത്തെ എഴുതിയിട്ട് താഴോട്ട് എഴുതിക്കോളൂ. ഇവിടെ
ഇവിടെ പരിഹാരമാർഗം സ്ഥലത്തിൻ്റെ രീതി അനുസരിച്ച് ഇവിടെ പരിഹാരമാർഗം സ്ഥലത്തിൻ്റെ രീതി അനുസരിച്ച് നിശ്ചയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പരിഹാരമാർഗം സ്ഥലത്തിൻ്റെ രീതി അനുസരിച്ച് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. ഫുൾ സ്റ്റോപ്പ്. ഇവിടെ പരിഹാരമാർഗം സ്ഥലത്തിൻ്റെ രീതി അനുസരിച്ച് നിശ്ചയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. കഴിയുന്നതും തെക്ക് വശവും പടിഞ്ഞാറ് വശവും പടിഞ്ഞാറ് വശവും തെക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും മറ്റു ഭാഗങ്ങൾക്കൊപ്പമോ മറ്റു ഭാഗങ്ങൾക്കൊപ്പമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഭാരവും പൊക്കവും കൂട്ടുക എന്നതായിരിക്കണം ഉദ്ദേശം. ഫുൾ സ്റ്റോപ്പ്. അത് വസ്തുവിനും വീടിനും ചെയ്യാമെങ്കിൽ 100% ദോഷം മാറും. അപ്പോൾ ആയിട്ടിരിക്കാം. അത് തന്നെ അത് തെക്ക് പടിഞ്ഞാറും തെക്കും പടിഞ്ഞാറും ഭാരവും പൊക്കവും കൂട്ടുക എന്നുള്ളതാണ്. അത് തന്നെ വസ്തുവിനും വീടിനും ചെയ്യാൻ സാധിക്കുമെങ്കിൽ, എപ്പോഴും സാധിച്ചെന്ന് വരില്ല, സാധിക്കുമെങ്കിൽ, അത് തന്നെ വസ്തുവിനും വീടിനും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദോഷം പൂർണ്ണമായും മാറ്റുവാൻ സാധിക്കും. ഫുൾ സ്റ്റോപ്പ്. അത് തന്നെ വസ്തുവിനും വീടിനും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദോഷം പൂർണ്ണമായും മാറ്റുവാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. വേറെ കൂടുതൽ ആവശ്യമില്ല. അപ്പം അതുകൂടി 21 മഹാദോഷങ്ങളും പരിഹാരങ്ങളും എന്നുള്ള നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ തീർന്നു. അപ്പൊ ഇനിയിപ്പോ നമുക്കറിയാം ദോഷങ്ങൾ 3 വിധത്തിലാണ് സാധാരണ ഉള്ളത്. മഹാദോഷങ്ങൾ, സാമാന്യ ദോഷങ്ങൾ, നിസാര ദോഷങ്ങൾ. അതിലെ മഹാദോഷങ്ങളാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്ര പ്രകാരം 21 മഹാദോഷങ്ങളുണ്ട്. ആ 21 മഹാദോഷങ്ങളും അവയുടെ പരിഹാരങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചത്. ഇനി 6ാമത്തെ ചാപ്റ്ററിൽ മറ്റ് ദോഷങ്ങൾ, മഹാദോഷങ്ങളല്ലാതെ സാമാന്യ ദോഷങ്ങൾ, നിസ്സാര ദോഷങ്ങൾ പലതുമുണ്ട്. അപ്പൊ നമ്മളൊരു വാസ്തു ഒരു പരിഹാരം ചെയ്യാന്ന് വെച്ചാൽ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീടിന് വാസ്തു പരിഹാരം ചെയ്യാന്ന് വെച്ചാൽ നിവൃത്തിയുള്ളിടത്തോളം എല്ലാ മഹാദോഷങ്ങളും പരിഹരിക്കണം. മഹാദോഷങ്ങൾ കഴിയുന്നതൊന്നും പരിഹരിക്കാതിരിക്കാൻ പാടില്ല. എല്ലാ മഹാദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുക. 2, സാമാന്യ ദോഷങ്ങളും നമ്മൾ പരിഹരിക്കാൻ, നിസ്സാര ദോഷങ്ങൾ പരിഹരിക്കുക, സാമാന്യ ദോഷങ്ങളും മാക്സിമം നമ്മൾ പരിഹരിച്ചിരിക്കണം. അതായത് അതിൻ്റെ ഇതുവരാം അധ്യായം 6 മറ്റു ദോഷങ്ങൾ എഴുതിക്കൊള്ളൂ. അധ്യായം 6 മറ്റു ദോഷങ്ങൾ, അതായത് പിന്നെ മഹാദോഷം അല്ലാതുള്ള മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും. അതിനാണ് മറ്റു ദോഷങ്ങൾ ഉദ്ദേശിക്കുന്നത്. മഹാദോഷം അല്ലാതുള്ള ദോഷങ്ങൾ, മഹാദോഷത്തിന്റെ നമ്മൾ 21 കഴിഞ്ഞു. ഈ മഹാദോഷങ്ങൾ അല്ലാതുള്ള മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും. മഹാദോഷം മാത്രം പരിഹരിച്ചാൽ പോരാ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും. സാമാന്യ ദോഷങ്ങൾ പരമാവധി മഹാദോഷങ്ങൾ നിർബന്ധമായും പരിഹരിക്കണം. അത് കഴിഞ്ഞ് സാമാന്യ ദോഷങ്ങൾ പരമാവധി എത്രത്തോളം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമോ അത്രത്തോളം പരിഹരിക്കണം. നിസാര ദോഷങ്ങൾ പരിഹരിക്കാവുന്നവ അതും കാരണം കുറേ നിസാര ദോഷങ്ങളാവുമ്പം അതിൻ്റെ എല്ലാം കൂടെ ശക്തി വരുമ്പോഴത്തേക്ക് സാമാന്യ ദോഷത്തിൻ്റെ അതിൽ കൂടുതലൊക്കെ ദോഷം ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് നിസാര ദോഷങ്ങൾ പരിഹരിക്കേണ്ട അല്ലെങ്കിൽ പരിഹരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കരുത്. നിസാര ദോഷങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നവയൊക്കെ പരിഹരിക്കാം. പക്ഷെ മഹാദോഷങ്ങൾ എന്തായാലും പരിഹരിക്കാതെ ഒന്നും തന്നെ പരിഹരിക്കാതെ ഇരിക്കരുത്. സാമാന്യ ദോഷങ്ങളും എത്രത്തോളം നമുക്ക് പരിഹരിക്കാമോ അത്രത്തോളം പരിഹരിക്കുക. നിസാര ദോഷങ്ങൾ
മറ്റേതിൻ്റെ അത്രയും മറ്റേ മഹാദോഷവും സാമാന്യദോഷത്തിൻ്റെ അത്രയും കൊടുക്കണ്ട. പക്ഷെ എന്നാലും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതൊക്കെ പരിഹരിക്കണം. ഇത് എഴുതിക്കൊള്ളുക. അധ്യായം 6 മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും. സാമാന്യ ദോഷങ്ങൾ പരമാവധി പരിഹരിക്കുക, നിസ്സാര ദോഷങ്ങൾ പരിഹരിക്കാവുന്നവ പരിഹരിക്കുക. കഴിഞ്ഞായിരിക്കുന്നു. അതിൽ അതായത് മറ്റു ദോഷങ്ങളും പരിഹാരത്തിലും ഒന്ന്, മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും എന്നുള്ളതിൽ ഒന്നാമത്തത് ഭൗമിക ശക്തി, അതായത് എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആകുക. ഭൗമിക ശക്തി അല്ലെങ്കിൽ എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആകുക. നമുക്കറിയാം ഭൗമിക ശക്തി എന്ന് പറയുന്നത് ഭൂമിക്ക് അടിയിൽ നിന്നും വരുന്ന ഒരു പ്രത്യേക ഒരു എനർജിയാണ്, ഒരു ഊർജമാണ്. ഇത് സാധാരണ ഒരു ഭാഗ്യമാണെന്ന് കഴിഞ്ഞാൽ ഒരു മോർ ദാൻ 90 അല്ല, മോർ ദാൻ 95% ഇത് പോസിറ്റീവാണ്. ഈ എർത്ത് എന്ന് പറയുന്ന ഒരു എനർജി, ആ ഒരു ഫോഴ്സ് പോസിറ്റീവ് എനർജിയാണ്. എന്നാൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില സ്ഥലങ്ങളിൽ ഈ എനർജി അതിൻ്റെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള പോസിറ്റിവിറ്റി കുറയുകയും ചിലയിടത്ത് അത് നെഗറ്റീവ് ആവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഭൗമിക ശക്തി നെഗറ്റീവ് ആവുക എന്നുള്ളതാണ് ഈ മറ്റ് ദോഷങ്ങളിൽ ആദ്യത്തത്. ഭൗമിക ശക്തി അല്ലെങ്കിൽ എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആവുക. എല്ലാവരും അതിൻ്റെ ഹെഡിങ് എഴുതിക്കൊള്ളുക. ഒന്ന്, ഭൗമിക ശക്തി അല്ലെങ്കിൽ എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആവുക. അപ്പൊ ഇവിടെ ഇത് ഭൗമിക ശക്തി അല്ലെങ്കിൽ എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആവുക എന്നുള്ള ഈ ഒരു ദോഷം ഭാരതീയ പാരമ്പര്യ വാസ്തുശാസ്ത്രത്തിൽ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഈ ഭൗമിക ശക്തി അല്ലെങ്കിൽ എർത്ത് ഫോഴ്സിന് കാര്യമായൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതേസമയം ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയിലും ഇൻ്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രത്തിലും ഈ ഭൗമിക ശക്തിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, വളരെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. വളരെ കാര്യമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കാൻ ശക്തിയുള്ള ഇതാണ് ഭൗമിക ശക്തി. അപ്പം എഴുതിക്കോളൂ. മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും. ഒന്ന്, എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആകുക. എഴുതിക്കോളൂ. ഭാരതീയ പാരമ്പര്യ വാസ്തുശാസ്ത്രത്തിൽ കാര്യമായ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ലാത്തതും കാര്യമായ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ലാത്തതും എന്നാൽ ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയിലും എന്നാൽ ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയിലും സംയോജിത വാസ്തുശാസ്ത്രത്തിലും ഇൻ്റഗ്രേറ്റഡ് വാസ്തു എന്ന് വേണമെങ്കിൽ എഴുതാം, എഴുതണമെന്നില്ല, നിർബന്ധമില്ല, എഴുതണമെങ്കിൽ എഴുതാം. സംയോജിത വാസ്തുശാസ്ത്രത്തിലും ഇൻ്റഗ്രേറ്റഡ് വാസ്തു ഫെങ്ഷുയിലും സംയോജിത വാസ്തുശാസ്ത്രത്തിലും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതുമായ എന്നാൽ സംയോജിത വാസ്തുശാസ്ത്ര ഫെങ്ഷുയിലും സംയോജിത വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് വാസ്തുവിലും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതുമായ ഒരു ദോഷമാണ് എർത്ത് ഫോഴ്സ് നെഗറ്റീവായി വരിക എന്നുള്ളത്. ഫുൾ സ്റ്റോപ്പ്. വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതുമായ ഒരു ദോഷമാണ് എർത്ത് ഫോഴ്സ് നെഗറ്റീവായി വരിക എന്നുള്ളത്. ഫുൾ സ്റ്റോപ്പ്. ഇത് നമുക്ക് കണ്ടുപിടിക്കുന്നത് പെൻഡുലം ഡൗസിങ്ങിൽ കൂടി കണ്ടുപിടിക്കാം. ഓരോ സ്ഥലത്തെയും എർത്ത് ഫോഴ്സ് നമ്മുടെ പുരയിടത്തിൽ നമ്മൾ വീട് വയ്ക്കുന്നതിന് മുമ്പ് അവിടെ എർത്ത് ഫോഴ്സ് എത്രയുണ്ട്,
അപ്പോൾ അത് 75% കൂടുതലുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പിന്നെ അവിടെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് മോശമാണെങ്കിൽ അത് അതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ട് അവിടെ വീട് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ വീട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ എർത്ത് ഫോഴ്സിന്റെ നെഗറ്റിവിറ്റിയെ മാറ്റി, അല്ലെങ്കിൽ പ്രതികൂല ഊർജത്തെ മാറ്റി ആ ഊർജം അനുകൂലമാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ അവിടെ വീട് വയ്ക്കാൻ സാധിക്കുള്ളൂ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതുമായ ദോഷമാണ് എർത്ത് ഫോഴ്സ് നെഗറ്റീവായി വരിക എന്നുള്ളത്. നെക്സ്റ്റ് സെന്റൻസ്, ഇത് പെൻഡുലം ഡൗസിങ്ങിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. അല്ല സോറി, ഇത് പെൻഡുലം ഡൗസിങ്ങിലൂടെയോ ലെക്കർ ആന്റിന നോക്കുക. അത് എഴുതിയിട്ടുണ്ട്, സ്പെല്ലിംഗ് നോക്കി എഴുതുക. ലെക്കർ ആന്റിന, LECHERANTENNA സ്ക്രീനിൽ കിടപ്പുണ്ട്. ഇത് പെൻഡുലം ഡൗസിങ്ങിൽ കൂടിയോ ലെക്കർ ആന്റിന ഉപയോഗിച്ചോ ഇത് പെൻഡുലം ഡൗസിങ്ങിൽ കൂടിയോ ലെക്കർ ആന്റിന ഉപയോഗിച്ചോ നമുക്ക് മനസ്സിലാക്കാം. പെൻഡുലം ഡൗസിങ്ങിൽ കൂടിയോ ലെക്കർ ആന്റിന ഉപയോഗിച്ചോ നമുക്ക് മനസ്സിലാക്കാം. ഇത് വളരെയധികം ഉള്ളൊരു ഇതാണ് ലെക്കർ ആന്റിന എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിനൊരു എക്സ്പെർട്ടൈസ് വേണം, എന്നാലേ അത് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിച്ച് അതിൻ്റെ എനർജിയൊക്കെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു എക്സ്പെർട്ടൈസ് വേണം. എല്ലാവർക്കും ലെക്കർ ആന്റിന ശരിയായെന്ന് വരില്ല. അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ലെക്കർ ആന്റിന നമുക്ക് ഉപയോഗിക്കാൻ ഒക്കുള്ളൂ. അപ്പോൾ ഇത് പെൻഡുലം ഡൗസിങ്ങിലൂടെയോ ലെക്കർ ആന്റിന ഉപയോഗിച്ചോ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇത് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ഇത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമിക്ക് അടിയിൽ നിന്നും വരുന്ന എനർജി ഒരു പോസിറ്റീവ് എനർജിയാണ്. ചില സ്ഥലങ്ങളിൽ രണ്ട് കാരണങ്ങളാണ് പ്രധാന, പല കാരണങ്ങളുണ്ട് ഈ പോസിറ്റീവ് എനർജി, ഈ ഭൂമിക്ക് അടിയിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്നും വരുന്ന ഈ പോസിറ്റീവ് എനർജി പോസിറ്റിവിറ്റി കുറയാനും അല്ലെങ്കിൽ അത് നെഗറ്റീവായി മാറാനും ഒക്കെയുള്ള കാരണങ്ങൾ പലതുണ്ടെങ്കിലും പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഭൂമിക്ക് അടിയിൽ കൂടി ശക്തമായ വെള്ളം ഒഴുക്കുണ്ടാകുക. നമുക്ക് അടിയിൽക്കൂടുള്ള ഈ കിണറിലൊക്കെ വെള്ളം കിട്ടുന്ന അടിയിൽക്കുള്ള വെള്ളം ഒഴുക്കുന്ന, അങ്ങനെ ഭൂമിക്ക് അടിയിൽ കൂടി നമ്മൾ ഒരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവിടെ ഭൂമിക്ക് അടിയിൽ കൂടി ശക്തമായ വെള്ളം ഒഴുക്കുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വൈബ്രേഷൻ ഉണ്ടാവുകയും നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവുകയും അത് അവിടെ വീട് വയ്ക്കുന്നത് വെച്ച് താമസിക്കുമ്പം ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം അത് നമുക്ക് പെൻഡുലം ഡൗസിങ്ങിൽ കൂടിയോ അല്ലെങ്കിൽ ലെക്കർ ആന്റിന ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇത് പെൻഡുലം ഡൗസിങ്ങിലൂടെയോ ലെക്കർ ആന്റിന ഉപയോഗിച്ചോ നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് സെന്റൻസ്, ഭൂമിക്കടിയിൽ കൂടി ശക്തമായ നീരൊഴുക്കുണ്ടാകുക. ഭൂമിക്കടിയിൽ കൂടി ശക്തമായ നീരൊഴുക്കുണ്ടാകുക, ഭൂമിക്കടിയിൽ കൂടി ശക്തമായ നീരൊഴുക്കുണ്ടാകുക, പാറകൾ തമ്മിൽ ശക്തിയായ സമ്മർദ്ദം ഉണ്ടാകുക. അത് ഘർഷണം എന്ന് പറയും. പാറകളുടെ തമ്മിലുള്ള ഒരു കൂട്ടിമുട്ടലൊക്കെ വെച്ചിട്ട് അതിൽ നിന്നും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും. ഇത് രണ്ടും, അതായത് ഒന്ന് ഭൂമിക്ക് അടിയിൽ കൂടി ശക്തമായ വെള്ളമൊഴുക്കുണ്ടാകുക, രണ്ട് പാറകൾ തമ്മിലുള്ള ഉരസൽ. ഈ രണ്ട് കാരണങ്ങളാണ് ഈ പ്രധാനമായിട്ടും, വേറെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും ഭൂമിയിൽ നിന്ന് വരുന്ന ഈ പോസിറ്റീവ് എനർജിയെ നെഗറ്റീവ് ആക്കാനുള്ള പ്രധാനമായിട്ടുള്ള രണ്ട് കാരണങ്ങൾ ഇത് രണ്ടുമാണ്. ഭൂമിക്കടിയിൽ കൂടി ശക്തമായ നീരൊഴുക്കുണ്ടാകുക, പാറകൾ തമ്മിൽ ശക്തിയായ സമ്മർദ്ദം ഉണ്ടാകുക എന്നീ കാരണങ്ങളാൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ആണ് എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആകുന്നതിനുള്ള പ്രധാന കാരണം. ശക്തിയായ സമ്മർദ്ദം ഉണ്ടാകുക എന്നീ കാരണങ്ങളാൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ആണ് എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആകുന്നതിനുള്ള പ്രധാന കാരണം. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്, ഇപ്രകാരം നെഗറ്റീവ് വൈബ്രേഷൻ ഉള്ള സ്ഥലങ്ങളിൽ
ഇപ്രകാരം നെഗറ്റീവ് വൈബ്രേഷൻ ഉള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് ശക്തിയായ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. വീട് വെച്ച് താമസിക്കുന്നവർക്ക് ശക്തിയായ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഇതിനുള്ള ഏറ്റവും നല്ല പോംവഴി, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കാതിരിക്കുക. ഇതിനുള്ള ഏറ്റവും നല്ല പോംവഴി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. എന്നാൽ അതിന് പ്രായോഗികമായി സാധിക്കാതെ വരുന്ന അവസരങ്ങളിൽ എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകളോ സ്ക്രീനിൽ നോക്കാം സംശയമുള്ളവർക്ക്. എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകളോ ജിയോപതിക് സ്ട്രെസ് റോഡ് പറഞ്ഞുതരാം. എന്താ പറയാം. എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകളോ ജിയോപതിക് സ്ട്രെസ് റോഡോ ഉപയോഗിച്ച് സ്ഥാപിച്ച ശേഷം താമസിക്കാവുന്നതാണ്. അതായത് നമ്മൾ വായിക്കാം. ജസ്റ്റ് ഇതിനുള്ള ഏറ്റവും നല്ല പോംവഴി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിന് പ്രായോഗികമായി സാധിക്കാതെ വരുന്ന അവസരങ്ങളിൽ എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകളോ ജിയോപതിക് സ്ട്രെസ് റോഡ്സോ സ്ഥാപിച്ച ശേഷം താമസിക്കാവുന്നതാണ്. ഇവിടെ ഈ ജിയോപതിക് സ്ട്രെസ് റോഡ്, അല്ലെങ്കിൽ ഷോർട്ട് ഫോം പറഞ്ഞ GS റോഡ് എന്നാണ്. ക്യാപിറ്റൽ G ക്യാപിറ്റൽ S ROD, GS റോഡ്. ഇത് ഈ ഭൗമിക ശക്തി നെഗറ്റിവിറ്റി വരുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ ഏറ്റവും നല്ല ഒന്നാണ് ജിയോപതിക് സ്ട്രെസ് റോഡ്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഈ ജിയോപതിക് സ്ട്രെസ് റോഡ് നമ്മൾ ഈ എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകൾ സ്ഥാപിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അതിന് ചെലവ് അല്പം കൂടുതലാണ്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് കുറച്ച് എളുപ്പമാണ്. അതേസമയം ജിയോപതിക് സ്ട്രെസ് റോഡ് നമുക്ക് സ്ഥാപിക്കണമെങ്കിൽ എവിടെ സ്ഥാപിക്കണം എന്ന് കണ്ടുപിടിക്കുന്നത് ഒരു പ്രധാന ഒരു എക്സ്പേർട്ട് ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ലക്കറാൻഡിനെ ഉപയോഗിക്കുവാൻ നല്ല വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രമേ ജിയോപതിക് സ്ട്രെസ് റോഡ് എവിടെ വയ്ക്കണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിൽ അത് കാണിച്ചു തരാം. ഞാൻ അതിലേക്ക് വരാം. അതൊരു അറിഞ്ഞിരിക്കണം നിങ്ങൾ. അതായത് ഇത് ഈ ഭൗതിക ശക്തിയെ പറ്റി എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകൾ, അതുപോലെ തന്നെ ചില ഹാർട്ട്മാൻ ഗ്രിഡ്, അതുപോലെ കറി ഗ്രിഡ് എന്നൊക്കെ പറഞ്ഞ ചില വളരെ പ്രധാനപ്പെട്ട നെറ്റ് നോക്കി അതൊക്കെ മനസ്സിലാക്കും. നെറ്റിൽ ഇതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് റിസർച്ചുകളൊക്കെ നടന്നിട്ടുണ്ട്. ഈ ഹാർട്ട്മാൻ ഗ്രിഡും കറി ഗ്രിഡും ഒക്കെ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ നെറ്റിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമുക്ക് അതിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ലെങ്കിലും കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകളോ അല്ലെങ്കിൽ ജിയോപതിക് സ്ട്രെസ് റോഡ്സോ ഉപയോഗിച്ച് നമുക്ക് ഈ എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആകുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങളെ ഒരു നല്ല അളവ് വരെ നമുക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ സാധിക്കും. ഇനി എന്താണ് ഈ ജിയോപതിക് സ്ട്രെസ്?
ജിയോപതിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ചില, അതായത് പിന്നെ ഭൂമിക്കുള്ളിൽ ഉണ്ടാകുന്ന ക്രമവിരുദ്ധം എന്ന് പറഞ്ഞാൽ അൺനാച്ചുറൽ, ക്രമമായിട്ട് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള അല്ലാതെ ക്രമവിരുദ്ധമായിട്ട് അൺനാച്ചുറലായിട്ടുണ്ടാകുന്ന ചില ആഘാതങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ശക്തമായ വെള്ളമൊഴുക്കുണ്ടാകുക, പാറകൾ തമ്മിൽ കൂട്ടിയുരസുക, ഇതെല്ലാം സാധാരണയുള്ള നാച്ചുറൽ അല്ല, അൺനാച്ചുറലായിട്ടുള്ള ചില ആഘാതങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രതികൂല ഊർജമാണ് ജിയോപതിക് സ്ട്രെസ്. അപ്പൊ അതിൻ്റെ ഒരു ഫോർമുല, അതിൻ്റെ ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ ഭൂമിക്കുള്ളിൽ ഉണ്ടാകുന്ന ക്രമവിരുദ്ധമായ ചില ആഘാതങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രതികൂല ഊർജമാണ് എഴുതിക്കൊള്ളു ജിയോപതിക് സ്ട്രെസ്. ജിയോപതിക് സ്ട്രെസ് ഞാൻ എന്താണെന്നുള്ളതിന് ഭൂമിക്കുള്ളിൽ ഉണ്ടാകുന്ന ക്രമവിരുദ്ധമായ ചില ആഘാതങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രതികൂല ഊർജമാണ് ജിയോപതിക് സ്ട്രെസ്. ഇത് പല ദോഷങ്ങളും ഇതുണ്ടാവും. ഈവൻ ക്യാൻസർ വരെ, ക്യാൻസർ, അതുപോലെ തന്നെ ഈ മറവി രോഗങ്ങൾ, ഓർമ്മശക്തി നശിക്കുക, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി, അതായത് കുട്ടികളെ ഉത്പാദന ശേഷി ഇല്ലാതാകുക, ഇങ്ങനെയുള്ള പല ദോഷഫലങ്ങളും ഉള്ള ഒന്നാണ് ഈ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരുപാട് ഗവേഷണങ്ങളിൽ കൂടി ഇതിന്റെ ദോഷഫലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉറക്കമില്ലായ്മ മുതൽ, എഴുതി കൊടുത്താലേ, ഉറക്കമില്ലായ്മ മുതൽ ക്യാൻസർ, ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി, അതായത് ഉത്പാദനത്തിലുള്ള, അതായത് ഉത്പാദന ശേഷിയിൽ ഉണ്ടാകുന്ന കുറവ്, ഉറക്കമില്ലായ്മ മുതൽ ക്യാൻസർ, ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി വരെയുള്ള അസുഖങ്ങൾ ഇതുമൂലം, അതായത് ഈ ഭൗമിക ശക്തിയിൽ ഉണ്ടാകുന്ന കുറവ് മൂലം, അല്ല ഭൗമിക ശക്തി നെഗറ്റീവ് ആകുന്നത് മൂലം ഉണ്ടാകാറുണ്ട്. ഉറക്കമില്ലായ്മ മുതൽ ക്യാൻസർ, ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി വരെയുള്ള അസുഖങ്ങൾ ഇതുമൂലം ഉണ്ടാകാറുണ്ട്. മണ്ണിനടിയിലുള്ള ശക്തമായ വെള്ളമൊഴുക്ക്, നേരത്തെ പറഞ്ഞെങ്കിലും അതൊന്നുകൂടെ നമ്മൾ അടിവരയിട്ട് പറയാണ്. മണ്ണിനടിയിലുള്ള ശക്തമായ വെള്ളമൊഴുക്ക്, മണ്ണിനടിയിലുള്ള ശക്തമായ വെള്ളമൊഴുക്ക്, പാറകൾ തമ്മിലുള്ള, സ്ക്രീനിൽ കാണാം, മണ്ണിനടിയിലുള്ള ശക്തമായ വെള്ളമൊഴുക്ക്, പാറകൾ തമ്മിലുള്ള ശക്തമായ ഘർഷണം, പറഞ്ഞാൽ ഉരസൽ, പാറകൾ തമ്മിലുള്ള ശക്തമായ ഘർഷണം തുടങ്ങിയവ കാരണം, മണ്ണിനടിയിലുള്ള ശക്തമായ വെള്ളമൊഴുക്ക്, പാറകൾ തമ്മിലുള്ള ശക്തമായ ഘർഷണം തുടങ്ങിയവ കാരണം ജിയോപതിക് സ്ട്രെസ് ഉണ്ടാകാറുണ്ട്. പെൻഡുലം ഡൗസിങ്ങിൽ കൂടിയും ലെക്കർ ആന്റിന ഉപയോഗിച്ചും, ലെക്കർ ആന്റിന സ്പെല്ലിംഗ് നേരത്തെ കണ്ടതാണ്. പെൻഡുലം ഡൗസിങ്ങിൽ കൂടിയും, ലെക്കർ ആന്റിന ഉപയോഗിച്ചും ജിയോപതിക് സ്ട്രെസിന്റെ, പെൻഡുലം ഡൗസിങ്ങിൽ കൂടിയും, ലെക്കർ ആന്റിന ഉപയോഗിച്ചും ജിയോപതിക് സ്ട്രെസിന്റെ കാഠിന്യവും സ്ഥാനവും മനസ്സിലാക്കാവുന്നതാണ്. ജിയോപതിക് സ്ട്രെസിന്റെ കാഠിന്യവും സ്ഥാനവും മനസ്സിലാക്കാവുന്നതാണ്. പെൻഡുലം ഡൗസിങ്ങിൽ കൂടിയും ലെക്കർ ആന്റിന ഉപയോഗിച്ചും ജിയോപതിക് സ്ട്രെസിന്റെ കാഠിന്യവും സ്ഥാനവും മനസ്സിലാക്കാവുന്നതാണ്. ഇത് ലെക്കർ ആന്റിനയുടെ ഒരു പടം കാണിച്ചിരിക്കുന്നത് ലെക്കർ ആന്റിനയാണ്. ആ രണ്ടു വശത്തോട്ടും ചിറക് പോലിരിക്കുന്ന, അതിലാണ് നമ്മൾ കൈകൊണ്ട് പിടിക്കുന്നത്. ആ സ്കെയില് പോലെ കാണുന്ന ഭാഗം മുന്നോട്ടിരിക്കും. അത് നമ്മൾ ഏതാണ്ട് ഒരു നെഞ്ചിന്റെ ആ ഹൈറ്റ് ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട്, അതിനെ പിടിക്കാനൊക്കെ ഒരു മെത്തേഡൊക്കെ ഉണ്ട്. അത് പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കുമ്പം എവിടെങ്കിലും പോസിറ്റീവ് എനർജി വരുവാണെങ്കിൽ ഇത് മേപ്പോട്ട് പോകും, നെഗറ്റീവ് എനർജി ആണെങ്കിൽ താഴോട്ട് പോകും. അത് തന്നെ ഏത് തരം എനർജിയെ മെഷർ ചെയ്യുന്നുള്ള നടുക്ക് രണ്ട് കെഴ്സർ പോലത്തെ സാധനമുണ്ടല്ലോ, നടുക്ക് കറുത്ത് കാണുന്നത്, ആ സ്കെയിലിന്റെ നടുക്കായിട്ട്, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഭൂമി എന്നുള്ള എനർജിയാണോ മെഷർ ചെയ്യേണ്ടത്, അല്ല ആളുകളുടെ എനർജിയാണോ മെഷർ ചെയ്യേണ്ടത്, അതല്ല വേറെ ഏതെങ്കിലും സാധനങ്ങളുടെ എനർജിയാണോ, ഇതൊക്കെ നമുക്ക് ഈ അതിനനുസരിച്ചുള്ള സ്കെയിലുണ്ട്. ആ സ്കെയിലിലോട്ട് ഇത് മാറ്റണം. അല്ലെ ഒരേ പൊസിഷനിൽ വെച്ച് എല്ലാ എനർജിയും മെഷർ ചെയ്യാൻ നോക്കില്ല. ഏത് എനർജിയാണോ മെഷർ ചെയ്യേണ്ടത്, അതിന് ഏത് സ്കെയിലിൽ ഏത് ഇത് വെക്കണം എന്നുള്ളത്, പിന്നെ അതിനൊരു പ്രത്യേക ഒരു ബുക്ക്ലെറ്റ്, ഒരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് ഏത് എനർജിയാണോ മെഷർ ചെയ്യേണ്ടത്, ഇത്ര
ഇതിൽ കഴ്സർ വെക്കണം എന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് കഴ്സർ നമ്മൾ മാറ്റി വെക്കണം. കഴ്സർ മാറ്റി വെച്ചിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഏതാണോ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ എനർജി നമുക്ക് ഈ ലെക്കർ ആൻറ്റിന ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇത് കുറച്ചൊരു പ്രാക്ടീസ് വേണം. ഞാനിത് എൻ്റെ കയ്യിലുണ്ട് സാധനം, ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് കുറേ നാൾ. പക്ഷെ എനിക്ക് അത്ര ശരിയായിട്ടില്ല എന്നുള്ളതാണ്. ഈ പെൻഡുലം ഡോസിങ് ഉപയോഗിച്ച് എനർജി മെഷർ ചെയ്യുന്നത് പോലെ ലെക്കർ ആൻറ്റിന ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. കുറേ നാൾ ഞാൻ നോക്കി ലെക്കർ ആൻറ്റിന ഉപയോഗിക്കാനായിട്ട്. ഞാൻ കുറേ നാൾ നോക്കി. എൻ്റെ ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ പോയി. ഒരു ട്രിവാൻഡ്രത്ത് തന്നെ ഇവിടെ ഒരു ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു 2 ഡേ മറ്റോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അതിന് ഞാൻ പങ്കെടുത്തു. ഇവിടെ പലരും പങ്കെടുത്തു. അപ്പോൾ അങ്ങനെ പങ്കെടുത്തു. പക്ഷെ അത് ആ ട്രെയിനിങ് ഒരു വിജയമായിരുന്നു എനിക്ക് പറയാൻ ഒക്കില്ല. കാരണം എനിക്ക് ലെക്കർ ആൻറ്റിന ശരിയായിട്ട് ഉപയോഗിക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ലെക്കർ ആൻറ്റിന ഉപയോഗിക്കാറില്ല. പക്ഷെ അതുകൊണ്ട് ലെക്കർ ആൻറ്റിന മോശമാണെന്നൊന്നും പറയാൻ ഒക്കില്ല. ലെക്കർ ആൻറ്റിന ഉപയോഗിച്ച് വളരെ കാര്യമായിട്ട് എനർജി മെഷർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അവർ അതിൻ്റെ അതിൻ്റെ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലെക്കർ ആൻറ്റിന വെച്ച് എനർജി മെഷർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ കുറേ പൈസ ഞാൻ ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുള്ളതാണ്. കാരണം ഈ ട്രെയിനിങ്ങിന് പോയത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പുസ്തകം, അതൊരു ബ്രിട്ടീഷ് ഒരു ലേഡി എഴുതിയ ഒരു ബുക്കാണ്. അപ്പോൾ ആ ബുക്കിന് അതിൻ്റെ വില മോർ ദാൻ 5,000 rupees ആ പുസ്തകത്തിൻ്റെ വിലയാണ്. അത് ഞാൻ വരുത്തി അതുമൊക്കെ വായിച്ചു നോക്കി. പക്ഷെ എന്നിട്ടും അത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്കത് അങ്ങോട്ട് പ്രാക്ടിക്കലായിട്ട് ശരിക്കും യൂസ് ചെയ്യാനായിട്ട് ലെക്കർ ആൻറ്റിന വെച്ച് സാധിച്ചിട്ടില്ല. ഇത് ഒരു ജർമ്മൻ, അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏണസ്റ്റ് ലെക്കർ എന്ന് പറഞ്ഞൊരു ആസ്ട്രിയൻ ഫിസിസിസ്റ്റ്, അദ്ദേഹമാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത്. 1888 ഡെവലപ്ഡ് ലെക്കർ ആൻറ്റിന. ഇതാണ് ഇത് എഴുതിക്കോളൂ. ഏണസ്റ്റ് ലെക്കർ, ERNST, ഏണസ്റ്റ് ലെക്കർ, ഓസ്ട്രിയൻ ഫിസിസിസ്റ്റ്. ഇൻ 1888 ഡെവലപ്ഡ് ലെക്കർ ആൻറ്റിന. അപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പം ഇത് വെച്ച് പെൻഡുലം വെച്ച് കണ്ടുപിടിക്കുന്ന മിസ്സിംഗ് ഒബ്ജക്ട്സ് ഒക്കെ ഇത് വെച്ച് കണ്ടുപിടിക്കാൻ ലെക്കർ ആൻറ്റിന വെച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾക്ക് അതിന്റെ ഒരു നാക്ക് കിട്ടണം. എനിക്കത് നിങ്ങളോട് ഉപയോഗിക്കാൻ എനിക്ക് പറയാൻ ഒക്കില്ല. കാരണം ഞാൻ അതിനകത്ത് എക്സ്പെർട്ട് അല്ല. ലെക്കർ ആൻറ്റിന നോക്കി, ഞാൻ കുറേ നാൾ ഞാൻ ലെക്കർ ആൻറ്റിനെ കൊണ്ട് നടന്ന് പല വീടിന്റെ മുറ്റത്തും പല സ്ഥലങ്ങളിലും പോയി ലെക്കർ ആൻറ്റിന വെച്ചിട്ട് ഞാൻ എനർജി മെഷർ ചെയ്യാനൊക്കെ കുറേ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ അതിനകത്ത് എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടില്ല. കുറേ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ലെക്കർ ആൻറ്റിന ഉപയോഗിച്ച് എനർജി മെഷർ ചെയ്യുന്നതിൽ ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ അതൊക്കെ മാറ്റി ലെക്കർ ആൻറ്റിന ഉപയോഗിക്കും. ഇപ്പം ഞാൻ അങ്ങനെ അഥവാ വേണ്ടി വന്നാൽ പെൻഡുലം ഡോസിങ്ങിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പെൻഡുലം ഡോസിങ് എനിക്ക് അതാണ്ട് നല്ലപോലെ ശരിയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് ലെക്കർ ആൻറ്റിന. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമുക്ക് ഈ ലെക്കർ ആൻറ്റിനെ പറ്റി അറിഞ്ഞിരിക്കണം. അതൊരു ഒരു എനർജി മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ലെക്കർ ആൻറ്റിന. ഇത് അതിൻ്റെ പടമാണ് ഈ കാണിക്കുന്നത്. 2 വശത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അത് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമുക്കത് ഈ കിണറ്റിൽ വെള്ളം ഉണ്ടോ നോക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം. ലെക്കർ ആൻറ്റിന ഉപയോഗിക്കാം. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ശക്തിയായ പ്രതികൂല ഊർജത്തിന് കാരണമായ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഹാർട്ട്മാൻസ് ഗ്രിറ്റ്, അതുപോലെ കറി ഗ്രിറ്റ്. ഒരു ഡോക്ടർ ഹാർട്ട്മാൻ, അതൊരു ഡോക്ടർ കറി, ഇവരൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ഈ എയർഫോഴ്സിനെ പറ്റിയൊക്കെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. അതിൻ്റെയൊക്കെ നെറ്റ് നോക്കി, അതൊക്കെ താല്പര്യമുള്ളവർക്ക് നെറ്റ് നോക്കിയാൽ ഈ അവരുടെ ഗവേഷണങ്ങളെ പറ്റി അതിൻ്റെ റിസൾട്ടും ഈ ഹാർട്ട്മാൻസ് ഗ്രിറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും. ശക്തിയായ പ്രതികൂല ഊർജത്തിന് കാരണമായ ഹാർട്ട്മാൻസ് ഗ്രിറ്റ്, കറി ഗ്രിറ്റ് എന്നിവ മനസ്സിലാക്കി ശക്തിയായ പ്രതികൂല ഊർജത്തിന് കാരണമായ ഹാർട്ട്മാൻസ് ഗ്രിറ്റ്, കറി ഗ്രിറ്റ് എന്നിവ ഇവിടെ കാണിച്ചു തരാം. എന്താണ് ഹാർട്ട്മാൻ ഗ്രിറ്റ്, എന്താണ് കറി ഗ്രിറ്റ് കാണാം. എന്നിവ മനസ്സിലാക്കി GS റോഡ് ഉപയോഗിച്ച്, GS റോഡ് പറഞ്ഞാൽ ജിയോപതിക് സ്ട്രെസ് റോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ജിയോപതിക് സ്ട്രെസ് റോഡ് ഉപയോഗിച്ച് പ്രസ്തുത നെഗറ്റീവ് എനർജിയെ, GS റോഡിനെ നെഗറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്യാനുള്ളതാണ് GS റോഡ്, ജിയോപതിക് സ്ട്രെസ് റോഡ് എന്നിവ മനസ്സിലാക്കി GS റോഡ് ഉപയോഗിച്ച് പ്രസ്തുത നെഗറ്റീവ് എനർജിയെ തടുക്കാവുന്നതാണ്, ബ്ലോക്ക് ചെയ്യാം. ശക്തിയായ പ്രതികൂല ഊർജത്തിന് കാരണമായ ഹാർട്ട്മാൻസ് ഗ്രിറ്റ്, കറി ഗ്രിറ്റ് എന്നിവ മനസ്സിലാക്കി GS റോഡ് ഉപയോഗിച്ച് പ്രസ്തുത നെഗറ്റീവ് എനർജിയെ തടുക്കാവുന്ന. പക്ഷേ ഇതിനൊരു എക്സ്പെർട്ടൈസ് വേണം. സ്പെഷ്യലി ബാക്കി പിന്നെ
ഹാർട്ട്മാൻസ് ഗേറ്റ് കറി ഗേറ്റ് ഒന്നും അത്ര എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കുറെ കൂടെ. പക്ഷേ ഈ പിന്നെ ഇത് ഉപയോഗിക്കാൻ, അതായത് ലെക്കർ ആന്റിന ഉപയോഗിക്കുന്നതിന് നമുക്കൊരു അത്ര എളുപ്പം നമുക്ക് ശരിയാവില്ല. എന്നാൽ ഇതിന് ലെക്കർ ആന്റീന ഉപയോഗിക്കുന്നതിൽ വിദഗ്ധനായ വ്യക്തിയുടെ, ഒന്നുകിൽ നമുക്ക് വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വിദഗ്ധനായ ഒരു വ്യക്തിയുടെ സഹായം ഉണ്ടായിരിക്കണം. എന്നാൽ ഇതിന് ലെക്കർ ആന്റിന ഉപയോഗിക്കുന്നതിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം ആവശ്യമാണ്. നമുക്ക് എന്താണ് ഈ ഹാർട്ട്മാൻസ് ഗേറ്റ്, എന്താണ് കരികിൽ നോക്കാം. ഇപ്പോൾ നോക്കുക, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് 4 ദിശകൾ. അവിടെ നോർത്തിൽ നിന്ന് സൗത്തിലേക്കും ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കും നീല ലൈൻസ് കാണാൻ, നീല നിറത്തിലുള്ള. അത് നീല നിറം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ നീലയും ചുവപ്പും കാണിച്ചതേ ഉള്ളൂ. ശരിക്കും നീലയോ ചുവപ്പോ അങ്ങനെ നിറമൊന്നുമുള്ളതല്ല, എനർജിയാണ്. അപ്പൊ ഇത് പിന്നെ നോർത്ത് ടു സൗത്തും ഈ വെർട്ടിക്കൽ ലൈൻസ്, അതായത് ലംബമായിട്ടുള്ള നോർത്ത് ടു സൗത്ത്, ഈസ്റ്റ് വെസ്റ്റുമാണ്. അപ്പം അതാണ് ഹാർട്ട്മാൻസ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ, അതാണ് നീല നിറത്തിൽ കാണുന്ന ഹാർട്ട്മാൻസ് ഗേറ്റ് ആണ്. അപ്പം ഹാർട്ട്മാൻസ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ വടക്കുന്ന് തെക്കോട്ടും കിഴക്കുന്ന് പടിഞ്ഞാറോട്ടും നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഫ്ലോ ആണ് ഹാർട്ട്മാൻസ് ഗേറ്റിൽ ഹാർട്ട്മാൻസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കറി ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആയിട്ടുള്ളതാണ്. അവിടെ നമുക്കറിയാം ചുവന്ന നിറത്തിലുള്ളതാണ്. പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് നോക്കുക, സൗത്ത് ഈസ്റ്റിന്റെ ആ മൂല നോക്കുക, കറി ഗേറ്റ് അവിടെ ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ കറി ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ ഡയറക്ഷനിലും ഉള്ള ഇതാണ്. അത് പിന്നെ അത് വരുന്നത് പിന്നെ നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലോട്ടാണ്. അതുപോലെ പിന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലോട്ടും, അതുപോലെ 2 ഡയറക്ഷനിലും ഉണ്ട്. ഒന്ന് നോർത്ത് ഈസ്റ്റ്, അതായത് വടക്ക് കിഴക്കേ പോലെ ഈശാന്യ മൂലയിൽ നിന്നും സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിമൂലയിലേക്കും, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് വായുമൂലയിൽ നിന്നും സൗത്ത് ഈസ്റ്റ് അഗ്നിമൂലയിലേക്കും നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഡയഗണൽ ഡയറക്ഷനിൽ, ഇങ്ങനെ കോൺ ഡയറക്ഷനിൽ നിരന്തരമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയുടെ ഇതാണ് കറി ഗേറ്റ് എന്ന് പറയുന്നത്. അത് കറി എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ കറി എന്ന് പറഞ്ഞ ഒരാളാണ് അത് കണ്ടുപിടിച്ചത്. ഒരു ഡോക്ടർ ഹാർട്ട്മാൻ എന്ന ഒരാളാണ് മറ്റേ ഹാർട്ട്മാൻ ഗേറ്റ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇതില് നമുക്കറിയാം, ഈ ഗ്രിഡുകൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ഗ്രിഡുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ട് പലയിടത്തും. ഇപ്പൊ ഇതിനകത്ത് ഏതാണ്ട് ഒരേ ഡിസ്റ്റൻസിലൊക്കെ ഞാൻ കാണിച്ചത്, ഇത് ഒരേ ഡിസ്റ്റൻസ് ആവണമെന്നില്ല. ഹാർട്ട്മാൻസ് ഗ്രിഡ് ഏതാണ്ട് ഒരേ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ കറി ഗ്രിഡിന് ഈ ലൈൻസ് എല്ലാം പാരലാണെങ്കിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാ ലൈനിനും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പൊ ഇവിടെ ഒരുപോലെയാണ് കാണിച്ചിരുന്നെങ്കിൽ എല്ലാം ഒരുപോലെ ആകണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാം തമ്മിൽ കൂട്ടിമുട്ടില്ല കറക്റ്റായിട്ട്. അങ്ങനെ എന്നാലും കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് വരും. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിന് നോട്ട് എന്ന് പറയും, KNOT. ഇപ്പൊ നോക്കുക, ഇത് വടക്ക് കിഴക്കേ മൂല നോക്കുക, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലേക്കും, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റിൽ നിന്നും സൗത്ത് ഈസ്റ്റിലേക്കും ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കറി ഗിരി. ആ എനർജിയെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഡോക്ടർ കറി നടത്തിയിട്ടുള്ളത്. മറ്റേ ലംബമായിട്ടും, അതായത് നോർത്ത് ടു സൗത്തും ഈസ്റ്റ് വെസ്റ്റും ആയിട്ട് പോകുന്ന ആ എനർജി ഫ്ലോയെ പറ്റിയാണ് ഹാർട്ട്മാൻ നടത്തിയിട്ടുള്ള സ്റ്റഡീസ്. അപ്പൊ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ഒക്കെ നോട്ട് എന്ന് പറയും. KNOTS, നോട്ട്സ്. ഇപ്പൊ ഇവിടെ നോക്കുക, ഇതൊരു നോട്ടാണ്. അവിടെ കറി ഗേറ്റും ഹാർട്ട്മാൻ ഗേറ്റും എല്ലാം കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ വേറൊരു പ്രോട്ടിക്കിനെ ഇതിപ്പോ ഇതിനകത്ത് ഇപ്പൊ എല്ലായിടത്തും മീറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും മീറ്റ് ചെയ്യണമെന്നില്ല. കാരണം ഈ കറി ഗ്രിഡ് ഈക്വി ഡിസ്റ്റന്റ് അല്ല. ഇപ്പൊ രണ്ടെണ്ണം തമ്മിൽ ഡിസ്റ്റൻസ്, അടുത്ത ഒന്നാമത്തെയും രണ്ടാമത്തെയും തമ്മിലുള്ള ഡിസ്റ്റൻസും രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിലുള്ള ഡിസ്റ്റൻസും ഒരേപോലെ ആകണമെന്നില്ല. പക്ഷെ ഹാർട്ട്മാൻസ് ഗ്രിഡ് ഏതാണ്ട് ഈക്വി ഡിസ്റ്റന്റ് ആണ്, ഏതാണ്ട് ഒരേപോലത്തെ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ കറി ഗ്രിഡിൽ വ്യത്യാസം വരും, നമുക്ക് കാണാം. അതിന്റെ ഉദ്ദേശം, ആ വ്യത്യാസം നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ എല്ലാ പോയിന്റിലും ഈ രണ്ടും കൂടെ കൂട്ടിമുട്ടണമെന്നില്ല. അങ്ങനെ കൂട്ടിമുട്ടുന്നിടത്ത് അവിടെ കുറച്ച് എനർജി കൂടുതൽ വരും. ആ എനർജി അവിടെയാണ് നോട്ട് എന്ന് പറയുന്നത്. ഈ നോട്ടുകൾ തന്നെ കൂടുതൽ ശക്തിയായിട്ടുള്ള നോട്ടുകൾ വരും. പിന്നെ അതായത് നല്ല ഈ ഹാർട്ട്മാൻ ഗ്രിഡും കറി ഗ്രിഡും എല്ലായിടത്തും ഒരേപോലത്തെ എനർജി ഫ്ലോ അല്ല. ഇപ്പൊ ഈ ലൈൻസ് ഒക്കെ കാണിച്ചിരിക്കുന്നിടത്ത് എല്ലാം ഈക്വൽ, പിന്നെ ആ എനർജിയുടെ ഊർജത്തിന്റെ തോത് ഈക്വൽ അല്ല. ചിലടത്ത് ശക്തിയായ ഊർജ്ജമൊഴുക്ക് കാണും, ചില ലൈൻസിൽ കൂടി കുറെ ശക്തിയായ ഊർജ്ജമൊഴുക്ക് കാണും, ചില ലൈൻസിൽ കൂടി അത്രയും ശക്തി അല്ലാത്ത ഊർജ്ജമൊഴുക്കും കാണും. ആ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഉള്ളിടത്തൊക്കെയാണ് ഈ ശക്തിയായ ഊർജ്ജമൊഴുക്ക് ഉണ്ടാകുന്നത്.
ഈ അടിയിൽ കൂടെ ശക്തമായ വെള്ളം ഒഴുക്കുണ്ടാകുക, പാറകൾ അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ വരുമ്പോൾ കുറച്ച് ശക്തിയായിട്ടുള്ള അതിൻ്റെ പ്രഭവസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ആക്ച്വൽ സോഴ്സ് പോയിന്റ് അവിടുന്ന് നല്ല ശക്തിയായിട്ടുള്ള ഊർജം വരും. അപ്പൊ അത് വന്ന് ഈ ലൈനിൽ കൂടെ കയറി വരും. ഈ ഹാർട്ട്മാൻസ് ഗ്രിഡിലും അതുപോലെ കറി ഗ്രിഡിലും ഒക്കെ കയറി വരും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ നോട്ടിന് വളരെ ശക്തി കൂടുതലായിരിക്കും. ഇപ്പൊ നോക്കുക, ഇപ്പൊ ഒരു ആരോ കാണിച്ചിരിക്കുന്നു. ആ ആരോ വന്ന് ഏതാണ്ട് മധ്യത്തിൽ കൂടെയുള്ള ഒരു നോട്ട് അല്ല ഒരു ഹാർട്ട്മാൻ ഗ്രിഡ്, നീല നിറത്തിൽ കാണുന്ന ഒരു ഹാർട്ട്മാൻ ഗ്രിഡ് ഒരെണ്ണം. ഇത് വളരെ ശക്തിയാണെന്നിരിക്കട്ടെ. സപ്പോസ് ഈ ഒരു ഇത് വളരെ എല്ലാ നമുക്കറിയാവുന്നില്ല, പെല്ലാം വെച്ച് നോക്കിയാലേ കൂടുതലായിട്ട് അറിയാവുള്ളൂ. ഇതിന് നല്ല ശക്തി ഉണ്ടെന്നിരിക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ ചുവന്ന നിറത്തിൽ ഒരാരോ വന്നിട്ട് ഈ നോർത്ത് ഈസ്റ്റ് കോർണറിൽ നിന്ന് സൗത്ത് വെസ്റ്റ് കോർണറിലേക്ക് കറക്റ്റ് മിഡിൽ കൂടിയുള്ള അതിലും ശക്തിയുള്ളതിരിക്കട്ടെ. അപ്പൊ ഈ രണ്ട് ശക്തിയുള്ളത് തമ്മിൽ കൂട്ടുമുട്ടുന്ന പോയിന്റ് ഇതാണ്, ഇവിടെയാണ്. നോക്കാം, ഈ മിഡ് പോയിന്റ് ആണ്. നോക്കാം, ആ നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള ഹാർട്ട്മാൻ ഗ്രിഡും നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലേക്കുള്ള കറി ഗ്രിഡും ആ ശക്തിയായിട്ടുള്ള രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത് ഇപ്പൊ അവിടെ ചുമന്ന നിറത്തിലുള്ള ഒരു ഡോട്ട് വന്നു, അവിടെ കറക്റ്റ് സെൻട്രൽ പോയിന്റ്. അപ്പൊ ഇത് സെൻട്രൽ പോയിന്റ് ഞാൻ കാണിച്ചതേ ഉള്ളൂ, സെൻട്രൽ പോയിന്റ് ആകണമെന്നില്ല. ഈ ശക്തിയായിട്ടുള്ള ഹാർട്ട്മാൻ ഗ്രിഡിൽ കൂടെയുള്ള എനർജി ഫ്ലോയും അതുപോലെ കറി ഗ്രിഡിൽ കൂടെ എനർജി ഫ്ലോയും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അവിടെ വളരെ ഹൈലി നെഗറ്റീവായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള അടുത്ത് ആ നോട്ട് നമ്മളൊരു ചുമന്ന നിറത്തിലെ നോട്ട്, അത് നോട്ട് തന്നെയാണ് പറയുന്നത്, പക്ഷെ അതിന്റെ ശക്തി വളരെ കൂടുതലായിരിക്കും. ആ ചുമന്ന നിറത്തിൽ അവിടെ നോട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ നോട്ടുകളിൽ ആണ് ഏറ്റവും കൂടുതൽ എനർജി ഫ്ലോ, നെഗറ്റീവ് എനർജി ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭാഗത്ത്, ഈ നെഗറ്റീവ് എനർജി ഫ്ലോ വരുന്ന ഭാഗത്ത്, ആ ഭൂമിക്കടിയിൽ നിന്നൊക്കെ വരുന്ന ഭാഗത്ത് അവിടെ നമ്മൾ വീട് വെച്ച് താമസിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ ദോഷകരമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനെ പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നോർത്ത് സൗത്ത് ഈ ലൈനാണ് നമ്മുടെ ഈ ഒരു ആരോ കാണിക്കുന്ന ആ ലൈനാണ്. ആ ലൈനിനെ നമുക്ക് മുകളിൽ വടക്ക് വശത്ത് തന്നെ ഇതൊരു മുറിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ആണെങ്കിൽ ആ പ്ലോട്ടിന്റെ വടക്ക് വശത്ത് തന്നെ ഒരു GS റോഡ്, ജിയോപതിക് സ്ട്രെസ് റോഡ് എന്ന് പറയും. ആ ഒരു GS റോഡ് വെച്ച് ഇവിടെ ഇതിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ ഈ നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലേക്ക് പോകുന്ന ഇത് കണ്ടുപിടിക്കണം എവിടെയാണെന്നുള്ള അതിനെയും. അപ്പൊ അത് കണ്ടുപിടിക്കുന്നതാണ് ഒരു എക്സ്പെർട്ട് ജോബാണ്. അത് ലെക്കറാനെ വെച്ച് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് ഇതിനകത്തുള്ള ഒരു പിന്നെ ഈ കുറച്ചും എന്താ പറഞ്ഞത് ഒരു പിന്നെ പ്രൊഫഷണൽ ജോബ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ നോക്കുക, ഇവിടെ ഒരു ഇത് GS റോഡാണ്, ജിയോപതിക് സ്ട്രെസ് റോഡ്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്തിൽ നിന്ന് വരുന്ന ഈ നോട്ടിലേക്ക് വരുന്ന ശക്തിയുള്ള അതിനെ ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യും. അവരെവിടെ നോക്കുക, വേറെ നോക്കുക, നോർത്ത് ഈസ്റ്റ് അവിടെ ചരിഞ്ഞൊരെണ്ണം വെച്ചു. ഈ ചരിഞ്ഞ് വെച്ചേക്കുന്ന നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലേക്കുള്ള ആ കറി ഗ്രിഡിനെ ഇവിടെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു നോട്ട് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അതാണ് ഇതിന്റെ ഒരു തിയറി. അതായത് GS റോഡ്, ഇത് രണ്ടും GS റോഡ്സ് ആണ്. അപ്പൊ അങ്ങനെ GS റോഡ് ഇത് കണ്ടുപിടിക്കണം. ഈ GS റോഡ് വെക്കേണ്ട സ്ഥലം ഇപ്പൊ ഇത് ആ പിന്നെ വടക്ക് വശത്ത് ആ മെയിനായിട്ട് വന്നേക്കുന്ന ബ്ലൂ നെഗറ്റീവ് വന്നേക്കുന്ന അവിടെ ഒരു റോഡ് വെച്ചു. അവർ നോർത്ത് ഈസ്റ്റിലും ഒരു റോഡ് വെച്ചു. അവിടെ രണ്ടിടത്ത് വെച്ചപ്പോൾ അതിൽ കൂടി ആ ഭാഗത്ത് വരുന്ന ആ ചുവന്ന നിറത്തിലുള്ള നോട്ടില് ഹൈ നെഗറ്റീവ് വരുന്ന ആ രണ്ടും, അതായത് നോർത്ത് സൗത്തും നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റും വരുന്ന ആ രണ്ടിനെയും നമ്മൾ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ നോട്ട് ശക്തിയുള്ള അല്ലാതാകുമ്പോൾ അവിടെ ഈ നെഗറ്റീവ് ഹൈലി നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ പിന്നെ GS റോഡ് ഉപയോഗിച്ച് ഇതിനെ. പക്ഷെ ഇത് എവിടെയാണ് ഈ GS റോഡ് വയ്ക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. കാരണം ഒരുപാട് ലൈൻസ് ഉണ്ട്, ഏത് ലൈനിൽ കൂടെ ആണ് ഇത് വരുന്നതെന്നുള്ളത്, ആ ലൈൻ എവിടെ കൂടെയാണ് പാസ് ചെയ്തെന്നുള്ളതൊക്കെ കറക്റ്റ് മനസ്സിലാക്കാനുള്ള ആ ഒരു നോളജ് നമുക്കുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതിൽ അത്ര കൂടുതലായിട്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. ഇത് പ്രത്യേകിച്ചും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ഇതൊരു കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആ ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഹാർട്ട്മാൻസ് ഗ്രിഡ്, ഇപ്പൊ ഹാർട്ട്മാൻസ് ഗ്രിഡിന്റെ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുകയാണ്. ഇടത്ത് വശത്ത് മുകളിൽ നോക്കുക, ഹാർട്ട്മാൻസ് ഗ്രിഡ് നോർത്ത് ടു സൗത്ത്. ഹാർട്ട്മാൻസ് ഗ്രിഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കും അതുപോലെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കുമാണ് ഫ്ലോ ചെയ്യുന്നത്. ഇപ്പൊ നോർത്ത് ടു സൗത്ത് ഞാൻ പറഞ്ഞതിന് ഏതാണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അതായത് 2 മീറ്റർ ഇടവിട്ടാണ് മിക്കവാറും ഹാർട്ട്മാൻസ് ഗ്രിഡ് ഓരോ നീല വരയുന്ന നോർത്ത് ടു സൗത്ത് വടക്കുന്ന തെക്കോട്ട് വരുന്ന ആ എനർജി ഫ്ലോ തമ്മിൽ മിക്കവാറും ഓരോ വരകളും തമ്മിൽ 2 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് ആണെങ്കിൽ 2.5 മീറ്റർ ആണ്, കുറച്ചുകൂടെ ഗ്യാപ്പ് കൂടുതലാണ്. ഈസ്റ്റ് വെസ്റ്റ് നീല വരകൾ, കിഴക്കുന്ന പടിഞ്ഞാറുള്ള നീല വരകൾ തമ്മിലുള്ള വ്യത്യാസം 2.5 മീറ്റർ ആണ്. ഹാർട്ട്മാൻസ് ഗ്രിഡ് ഏതാണ്ട് ഈക്വൽ ആണ്. നോർത്ത് സൗത്ത് എല്ലാം 2 മീറ്ററും ഈസ്റ്റ് വെസ്റ്റ് മിക്കവാറും എല്ലാം 2.5 മീറ്ററുമാണ്. അതിന് കാര്യമായ വ്യത്യാസം വരില്ല. പക്ഷെ കറി ഗ്രിഡ് അങ്ങനെയല്ല. നമുക്ക് നോക്കാം എനർജി ലൈൻ വിട്ട്, അതായത് ഈ ഓരോ ലൈൻ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നു ഹാർട്ട്മാൻസ് ഗ്രിഡ്.
ആ നീല നിറത്തിന്റെ വീതി എന്ന് പറഞ്ഞാൽ 21 സെന്റിമീറ്റർ ആണ്. 21 സെന്റിമീറ്റേഴ്സ് വിഡ്ത്ത് ഉണ്ട് ഓരോ ലൈനിലും ഹാർട്ട്മാൻസ് ഗ്രിഡ്. പക്ഷെ കറി ഗ്രിഡില് ഈ ലൈൻസ് തമ്മിൽ എല്ലാം ഒരേ വിഡ്ത്ത് ആയിരിക്കില്ല, അത് വ്യത്യാസമുണ്ട്. അത് നോക്കാം, കറി ഗ്രിഡ് നോക്കാം. കറി ഗ്രിഡിലാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് വെസ്റ്റ്, വടക്ക് കിഴക്കുന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വരുന്ന ചരിഞ്ഞു വരുന്ന, അതുപോലെ നോർത്ത് വെസ്റ്റ് ടു സൗത്ത് ഈസ്റ്റ്, വടക്ക് പടിഞ്ഞാറിന്ന് തെക്ക് കിഴക്കോട്ട് വരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ആ രണ്ട് ഗ്രിഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് 2.44 to 3.51, മിനിമം 2.44 പിന്നെ മീറ്റർ ആയിരിക്കും, മാക്സിമം 3.51 മീറ്റർ വരും. അപ്പൊ ഇങ്ങനെ വേരി ചെയ്യും. മിനിമം ചില ലൈൻസ് തമ്മിൽ 2.44 മീറ്റർ കാണുള്ളൂ, പക്ഷെ അടുത്ത ലൈനുമായിട്ട് ചിലപ്പോൾ 3 മീറ്ററോ 3.5 ഒക്കെ. അപ്പം ഈ 2.44 മുതൽ അതേ ഈ കറി പിന്നെ പരീക്ഷണങ്ങളിൽ കൂടി കണ്ടുപിടിച്ചതാണ് ഏറ്റവും കുറഞ്ഞത് ഈ രണ്ട് ഗ്രിഡുകൾ തമ്മിൽ 2.44 മീറ്ററും ഏറ്റവും കൂടി 3.51 മീറ്റർ വരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ അത് കറി ഗ്രിഡിലുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ചുമന്ന ലൈൻസ് കറി ഗ്രിഡ്, അതിന്റെ ആ വിഡ്ത്ത് പറഞ്ഞാൽ അതും ഇതിനകത്ത് പറഞ്ഞ വ്യത്യാസം. മറ്റാണെങ്കിൽ 21 സെന്റിമീറ്റർ ആണ് പിന്നെ ഹാർട്ട്മാൻ ഗ്രിഡ് എല്ലാം. പക്ഷേ കറി ഗ്രിഡില് ഇത് വെച്ച് 30.5 മുതൽ 40.6 സെന്റിമീറ്റർ വരെ വേരിയേഷൻ വരും ഈ ഇതിന്റെ വിഡ്ത്തിന് തന്നെ. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുക. ഈ വലിയ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊരു ഐഡിയ ഉണ്ടായിരിക്കുക. ഈ കറി ഗ്രിഡും ഹാർട്ട്മാൻസ് ഗ്രിഡും ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി താല്പര്യമുള്ളവർക്ക്, കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നെറ്റിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. ഈ ഹാർട്ട്മാൻ തന്നെ ഫൈൻഡിങ്സ്, അതുപോലെ ഡോക്ടർ കറിയുടെ ഫൈൻഡിങ്സ്, ഇതെല്ലാം നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഈ എയർഫോഴ്സ് ഉള്ളവരടുത്ത് ഞാൻ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു സെക്കൻഡ്, പിന്നെ ഇത് ചെയ്യുമ്പോൾ പിന്നെ എയർഫോഴ്സ് കറക്ഷൻ പിരമിഡ് ഉപയോഗിച്ചാണ്. എയർഫോഴ്സ് കറക്ഷൻ പിരമിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ബ്ലോക്ക് ചെയ്ത് നോക്കുക. അത് കുറച്ചുകൂടെ ഈസിയാണ്, അല്പം കൂടെ എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ പിന്നെ പിരമിഡിന്റെ വില വരുമ്പോഴത്തേക്ക് കുറച്ച് കൂടും. 10 പിരമിഡ് ആവശ്യമുണ്ട്. എയർഫോഴ്സ് കറക്ഷൻ പിരമിഡ് ഒരു വാസ്തു മണ്ഡലത്തിൽ ഉള്ള ആ നെഗറ്റീവ്, അത് നമ്മൾ മറ്റേതുപോലെ ഒരു പോയിന്റിലല്ല. മറ്റേ GS റോഡ് ആണെങ്കിൽ ആ കറക്റ്റ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ വേണം GS റോഡ് വയ്ക്കാൻ. പക്ഷെ എയർഫോഴ്സ് കറക്ഷൻ പിരമിഡ് അങ്ങനെയല്ല. ഒരു കംപ്ലീറ്റ് വാസ്തു മണ്ഡലത്തിലുള്ള കംപ്ലീറ്റ് ഏരിയയും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ആ ഏരിയയിൽ വരുന്ന ആ മണ്ണിനടിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അത്രത്തോളം എക്സ്പെർട്ടൈസ് ഇതിന് ആവശ്യമില്ല. അപ്പൊ ഇത് എങ്ങനെയാന്ന് നോക്കാം. ഇതൊരു വാസ്തു മണ്ഡലമാണ്. ഒരു ഇതിനകത്ത് വീടോ എല്ലാം ഉള്ള ഒരു വാസ്തു, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് വീട് വയ്ക്കാൻ പോകുന്ന ഒരു സ്ഥലം വാസ്തു മണ്ഡലം. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ നെഗറ്റീവ് എനർജി വളരെ കൂടുതലായിട്ട് കണ്ടു. എർത്ത് നെഗറ്റീവ് ആണെന്ന് കണ്ടു. അങ്ങനെ എർത്ത് നെഗറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത്? അതിനാണ് എർത്ത് കറക്ഷൻ പിരമിഡ്. 10 എണ്ണം വേണം. അത് ഈ 4 മൂലകളിലും ഓരോന്ന്. 1 സെക്കൻഡ്. തിരുമേനി പറയൂ. ഉണ്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ വൈഫ് കാണും. എനിക്ക് ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു. ഇത് പിന്നെ വാസ്തുമണ്ഡലത്തിന്റെ ഈ 4 മൂലകളിലും 4 എണ്ണം, 4 വശങ്ങളുടെയും മധ്യത്തിൽ ഓരോന്ന്, പിന്നെ മധ്യത്തിൽ ഒരെണ്ണം. അങ്ങനെ പിന്നെ കന്നിമൂലയിൽ മാത്രം 2 പിരമിഡ് വരും. ബാക്കിയുള്ളിടത്തെല്ലാം ഓരോ പിരമിഡ് വരും. നോക്കാം. ഇത് നിങ്ങൾ വരച്ചോളൂ. എർത്ത് കറക്ഷൻ പിരമിഡ് 10 നമ്പേഴ്സ്. ഇതെങ്ങനെയാണ് സ്ഥാപിക്കേണ്ടതെന്ന്. ഈ മറ്റേത് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വരയ്ക്കണമെങ്കിലും വരയ്ക്കാം. പരീക്ഷയ്ക്കൊക്കെ ഇത് വരയ്ക്കാൻ ചോദിക്കുമോ സാറേ? ഇല്ല, പരീക്ഷയ്ക്ക് വരില്ല. ഇതിന്ന് കാര്യമായിട്ടൊന്നും വരില്ല. പക്ഷെ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കും. ഇതിപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് മറന്നു പോകും. അപ്പം അറിയാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് വരച്ചു. അത്ര വലിയ കറക്റ്റായിട്ടൊന്നും വേണമെന്നില്ല. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈനും പിന്നെ ചരിഞ്ഞ ലൈൻസും ഡയഗണൽ ലൈൻസും.
ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കേട്ടു എന്നുള്ളൊരിതെങ്കിലും നമുക്ക് വരും. ഡോക്ടർ ഹാർട്ട്മാൻ കൂടുതൽ താല്പര്യമുള്ളവർക്ക്, കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ളവർക്ക് നെറ്റിൽ നിന്ന് അത് മനസ്സിലാക്കാം. ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുള്ള ഒരു ഫീൽഡാണ്. പഠിച്ചു കഴിയുമ്പം പറയുക. ഈ പടവും ഞാൻ നെറ്റിൽ നിന്ന് എടുത്ത പടമാണ്. വരച്ചു കഴിയുമ്പം പറയണം. ഒരു സംശയം, ഇത് പോയിന്റ്സ് കണ്ടുപിടിച്ചത് എങ്ങനെയാ പിന്നെ തടുക്കുന്നത്? ഞാൻ പറഞ്ഞ GS റോഡ് വെച്ചിട്ട്. GS റോഡ് സ്ഥാപിക്കണം അവിടെ. GS റോഡ് നമ്മുടെ ഒരു വാസമണ്ഡലമാണ്. ഈ വാസമണ്ഡലത്തിൽ എവിടെ നിന്നാണ് ഈ നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് വരുന്നത് കണ്ടുപിടിച്ചിട്ട് അവിടെ ആ GS റോഡ് വെക്കണം. അപ്പൊ ആ എനർജി അത് ബ്ലോക്ക് ചെയ്യും. GS റോഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന എനർജിയെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ കറക്റ്റായിട്ട് എവിടെയാ ഇപ്പൊ ഇവിടെ നോക്കുക, GS റോഡ് നമ്മൾ ആ പടം കൂടെ ഇത്രയും ഭരിച്ചതായി. ഇപ്പൊ 2 GS റോഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വേണം GS റോഡ് വയ്ക്കാൻ. എന്നാലും ആ ഒരു ലൈനിൽ കൂടിയുള്ള നെഗറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്യണം. അല്ല, കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി പോകും. മറ്റേതാണെങ്കിൽ പിരമിഡ് വെച്ചാണെങ്കിൽ കംപ്ലീറ്റ് ആ സ്ഥലത്തുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. GS റോഡിന് എന്ത് ക്വസ്റ്റ്യൻസ് പറയാ? GS റോഡിന് എന്റെ ഓൾമോസ്റ്റ് എൻ്റെ ഇരിപ്പുണ്ട്, 3 ഇരിപ്പുണ്ട്. എനിക്കൊന്നൊരു 1500 to 2000 rupees ഒക്കെ വരും തോന്നുന്നു. എക്സാക്ട് എനിക്ക് അറിയില്ല, കുറച്ചാളായി ഞാൻ എന്റെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ 3-4 എണ്ണം എൻ്റെ കാണണം. വലിച്ചു തീരാത്തവരുണ്ടോ? ഓക്കെ, ഇനി ഇതിന്റെ ഇത് കൂടെ എഴുതിക്കോളൂ. ഹാർട്ട്മാൻ ഗ്രിഡ് നോർത്ത് ടു സൗത്ത് 2 മീറ്റർ, ഈസ്റ്റ് വെസ്റ്റ് 2.5 മീറ്റർ. എനർജി ലൈനിന്റെ ഓരോ എനർജി ലൈനിന്റെയും വിഡ്ത്ത് 21 സെന്റിമീറ്റർ. ഹാർട്ട്മാൻ ഗ്രിഡിലെ ഓരോ എനർജി ലൈനിന്റെയും വിഡ്ത്ത് 21 സെന്റിമീറ്റർ. അതുപോലെ കറി ഗ്രിഡ് നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ് ടു സൗത്ത് ഈസ്റ്റ്, 2 ഡയറക്ഷനിൽ.
അതിൻ്റെ വേരിയേഷൻ ഉണ്ട് 2.44 മീറ്റർ ടു 3.51 മീറ്റർ. അതിൻ്റെ എനർജി ലൈൻ വിഡ്ത്ത് എന്ന് പറയുന്നത് 30.5 സെന്റിമീറ്റർ മുതൽ 40.6 സെന്റിമീറ്റർ വരെ. ആർട്സ്മാനിൽ കോൺസ്റ്റന്റ് ആണ്, 21 എല്ലാത്തിനും. കറിഗിരിറ്റിലെ വ്യത്യാസം വരും, 13.5 to 40.6. എഴുതി കഴിഞ്ഞിട്ട് പറയാം. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കഴിയാത്ത ആരുമില്ലല്ലോ, ആരിലുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇനി അടുത്ത എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡ്. സെക്കൻഡ്. അപ്പോൾ ഇത് എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡ് ഒരു വാസ്തുമണ്ഡലം. ഈ വാസ്തുമണ്ഡലത്തിൻ്റെ 4 മൂലകളിലും 4 വശങ്ങളുടെ മധ്യത്തിലും വാസ്തുമണ്ഡലത്തിൻ്റെ മധ്യത്തിലും ആയിട്ടാണ് 10 പിരമിഡ്. അത് കന്നിമൂലയിൽ മാത്രം 2 എണ്ണം, ബാക്കി എല്ലായിടത്തും ഓരോ എണ്ണം. അവിടെ നോക്കുക, ഇത് വാസ്തുമണ്ഡലമാണ്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. പിരമിഡുകൾ ഇപ്പം നോർത്ത് ഈസ്റ്റ് കോർണറിൽ 1, കിഴക്കിൻ്റെ മധ്യത്തിൽ 1, സൗത്ത് ഈസ്റ്റിൽ 1, തെക്കിൻ്റെ മധ്യത്തിൽ, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക്, മധ്യത്തിൽ, കന്നിമൂല 2 എണ്ണം. ഇങ്ങനെ 10 പിരമിഡ് വേണം. ഇത് വരച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഡയറക്ഷനുണ്ട്. അതുപോലെ ഈ പിരമിഡ് ഈ 10 പിരമിഡും ഒരേ ആഴത്തിലല്ല വെക്കേണ്ടത്. ആഴത്തിലും അതിൻ്റെ താഴ്ചയ്ക്കും വ്യത്യാസമുണ്ട്. ഈ എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡ് മറ്റേ സാധാരണ പിരമിഡുകളൊക്കെ നമ്മൾ വയ്ക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. 2.5 അടി താഴ്ചയിൽ കുഴിക്കും. 2.5 അടി താഴ്ചയിൽ കുഴിച്ചിട്ട് ആദ്യത്തെ 2 ഇഞ്ച് മണല്, പിന്നെ 2 ഇഞ്ച് കല്ലുപ്പ്, പിന്നെ 2 ഇഞ്ച് വേപ്പല, ഇതെല്ലാം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിരമിഡ് വയ്ക്കും. ഇപ്പോൾ 2.5 അടി കുഴിക്കുമ്പോൾ 2 അടി താഴ്ചയിലായിരിക്കും പിരമിഡ് വയ്ക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഓരോ പിരമിഡും വ്യത്യസ്തമായ കുഴിയിൽ ഹൈറ്റ് വേണം വയ്ക്കാൻ. ആദ്യം അതിൻ്റെ ഡയറക്ഷൻ നോക്കാം. ഈ വെളിയിലിരിക്കുന്ന ആ പിരമിഡുകളൊക്കെ മധ്യത്തിലെ പിരമിഡിനെ ഫേസ് ചെയ്ത് വയ്ക്കണം. നോക്കുക, ആ ഡയറക്ഷൻ മാർക്ക് ചെയ്തോളൂ. വെളിയിലിരിക്കുന്ന പിരമിഡുകളെല്ലാം മധ്യത്തിലുള്ള പിരമിഡിനെ ഫേസ് ചെയ്യത്തക്കോണം വേണം വയ്ക്കാൻ. വെളിയിലിരിക്കുന്ന പിരമിഡുകളൊക്കെ സെന്ററിലുള്ള മധ്യത്തിലുള്ള പിരമിഡിനെ ഫേസ് ചെയ്യത്തക്കോണം, അല്ലെ അതിനെ അഭിമുഖീകരിക്കത്തക്കോണം വേണം വെളിയിലുള്ള പിരമിഡ് വയ്ക്കാൻ. മധ്യത്തിലുള്ള പിരമിഡ് വടക്ക് ദിശയിലേക്ക് ഫേസ് ചെയ്യണം. സെന്ററിൽ പിരമിഡ് വടക്കോട്ട് ഫേസ് ചെയ്യത്തക്കോണം വയ്ക്കണം. ഇതാണ് എല്ലാ പിരമിഡിന്റെയും ഡയറക്ഷൻ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന് ആഴം എത്ര താഴ്ച വെക്കണം എന്നുള്ളത് നമുക്കറിയാം. ഈശാന്യമൂലയുടെ ഭാഗം എപ്പോഴും താഴ്ന്നിരിക്കണം, കന്നിമൂല പൊങ്ങിയിരിക്കണം. അതുകൊണ്ട് ഏറ്റവും ആഴത്തിലുള്ള കുഴി ഈശാന്യമൂലയിലാണ്, ആഴം ഏറ്റവും കുറവ് കന്നിമൂലയിലാണ്. അപ്പോൾ എത്രയാണ് നോക്കുക, ഓരോരുത്തരെയും ആഴം നോക്കുക. അതാ
ഈശാന്യമൂല നോക്കുക 2.5 ഫീറ്റ്, 2.5 അടി. 2.5 അടി താഴ്ച പിരമിഡിന് വേണം. പിരമിഡിന് 2.5 അടി താഴ്ച വേണമെങ്കിൽ കുഴി 3 അടി കുഴിക്കണം. 1 അടി നീളം 1 അടി വീതി 3 അടി താഴ്ച കുഴിക്കണം. 3 അടി താഴ്ച കുഴിച്ചിട്ട് 2 ഇഞ്ച് മറ്റേത് അതുപോലെ തന്നെ 2 ഇഞ്ച് ഘനത്തില് മണല്, അത് കഴിഞ്ഞ് 2 ഇഞ്ച് ഘനത്തിൽ കല്ലുപ്പ്, അത് കഴിഞ്ഞ് 2 ഇഞ്ച് ഘനത്തിൽ വേപ്പല. അപ്പം 6 ഇഞ്ച് ആവും. അപ്പൊ 2.5 അടി കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 2.5 അടി കുഴിച്ചാൽ 3 അടി കുഴിച്ചാൽ 2.5 അടി താഴ്ചയിൽ പിരമിഡ് വയ്ക്കാൻ പോകും. ഈ പിരമിഡ് വയ്ക്കേണ്ട ഹൈറ്റ് ആണ് 2.5 അടി ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പൊ അതിനേക്കാൾ 1/2 അടിയും കൂടെ കൂടുതൽ കുഴിക്കണം. ആ 1/2 അടി കുഴിക്കുന്ന നേരത്ത് 6 ഇഞ്ച് കുഴിക്കുന്ന നേരത്ത് 2 ഇഞ്ച് മണലും 2 ഇഞ്ച് കല്ലുപ്പും 2 ഇഞ്ച് വേപ്പിലയും വെച്ച് 6 ഇഞ്ച് അല്ലെങ്കിൽ 1/2 അടി ഫില്ല് ചെയ്യും. അപ്പം ഈ 2.5 3 അടി കുഴിച്ചിട്ട് അപ്പൊ ബാക്കി 2.5 അടി താഴ്ചയിലാണ് പിരമിഡ് വെക്കേണ്ടത്. ഈ വടക്ക് കിഴക്കാണെങ്കിൽ അതിന് 1/2 അടി കുറയും, 2 അടിയാണ്. അവിടെ കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞു. തെക്ക് കിഴക്കാണെങ്കിൽ 1.5 അടിയാണ്, 1/2 അടി വീണ്ടും കുറഞ്ഞു. ആ താഴ്ച കൂടെ എഴുതിക്കൊള്ളാം. തെക്ക് വശത്ത് 1 അടിയാണ്, തെക്ക് പടിഞ്ഞാറ് 1/2 അടിയാണ്, 0.5 ഫീറ്റ്. അപ്പോൾ 1 അടി താഴ്ച കുഴിക്കണം. 1 അടി താഴ്ച കുഴിച്ചിട്ട് 2 ഇഞ്ച് ഘനത്തിൽ മണല്, പിന്നെ 2 ഇഞ്ച് ഘനത്തിൽ കല്ലുപ്പ്, പിന്നെ 2 ഇഞ്ച് ഘനത്തിൽ വേപ്പല. അപ്പൊ അങ്ങനെ 6 ഇഞ്ച് ആകുമ്പോഴത്തേക്ക് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 0.5 ആകും. അപ്പോൾ 1 അടി താഴ്ച കുഴിച്ചിട്ട് വേണം ഇത് 3 വയ്ക്കാൻ. ഇതും തിരിച്ച് പടിഞ്ഞാറിന് 1 അടി, 0.5 1 അടി, വടക്ക് പടിഞ്ഞാറിന് 1.5 അടി, വടക്കിന് 2 അടി, മധ്യത്ത് 1.5 അടിയാണ്. ഇതാണ് കുഴിക്കേണ്ട. കുഴിയുടെ ഈ കാണിച്ചിരിക്കുന്ന അടിയേക്കാൾ 6 ഇഞ്ച് അല്ലെങ്കിൽ 1/2 അടി കൂടെ കൂടുതൽ കുഴിക്കണം. കുഴിച്ചിട്ട് ഈ 3 വെക്കുമ്പോൾ ഈ പിരമിഡ് വെക്കേണ്ട ഹൈറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം വ്യത്യസ്തമായ ഹൈറ്റിലാണ്. അതായത് കന്നിമൂലയിൽ വെക്കുന്ന പിരമിഡ് ഏറ്റവും താഴ്ത്തി വെക്കും, ഈശാന്യമൂലയിൽ വെക്കുന്ന പിരമിഡ് ഏറ്റവും താഴ്ത്തി വെക്കും, കന്നിമൂലയിൽ വെക്കുന്ന പിരമിഡ് ഏറ്റവും പൊങ്ങിയിരിക്കും. അപ്പൊ കന്നിമൂലയിൽ ഏറ്റവും പൊങ്ങി ഇങ്ങനെ താഴ്ന്നു വന്ന് ഈ ഈശാന്യമൂലയിൽ താഴ്ന്നു വരത്തവണ അങ്ങനെ ഒരു ചരിഞ്ഞ പ്രതലമാണ് ഈ എനർജി ഫീൽഡ്. ഈ പിരമിഡുകൾ തമ്മിൽ ഒരു എനർജി ഉണ്ടാവും. ആ എനർജി ഫീൽഡിന് ഒരു ചരിവുണ്ടാവും. സെയിം ഒരേ ലെവലിലായിരിക്കില്ല. കന്നിമൂല പൊങ്ങിയും ഈശാന്യമൂല താഴ്ന്നുമുള്ള ഒരു എനർജി ഫീൽഡ് അവിടെ ഉണ്ടാവും. ഈ പിരമിഡൊക്കെ വച്ചു കഴിഞ്ഞാൽ ഒരു 3 മാസം എടുക്കും ഈ എനർജി ഫീൽഡ് ശരിയാവാൻ. കറക്റ്റായിട്ട് ആ ഒരു എനർജി ഫീൽഡ് ഉണ്ടാകാനായിട്ട് മിനിമം 3 മാസം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മളൊരു വീട് വെക്കാനൊക്കെ ആണെങ്കിൽ ഇത് പിരമിഡ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടേ വീട് വെക്കാവൂ. ഇത് നമുക്ക് വാസ്തുമണ്ഡലം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ആ കറക്റ്റ് എവിടുന്നാണ് ഈ നെഗറ്റീവ് എനർജി വരുന്നത് നോക്കേണ്ട ആവശ്യമില്ല. ഈ വാസ്തുമണ്ഡലത്തിനകത്ത് എവിടെ നെഗറ്റീവ് എനർജി വന്നാലും ഇത് ബ്ലോക്ക് ചെയ്യും. കാരണം അവിടെ എനർജി ഫീൽഡ് ഉണ്ടാവും. എനർജി ഫീൽഡ് ഉണ്ടായിട്ട് താഴെ നിന്ന് ഉള്ള നെഗറ്റീവ് എനർജിയെ മുകളിലോട്ട് അത് ബ്ലോക്ക് ചെയ്യും. മറ്റേതാണെങ്കിൽ GS റോഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ നെഗറ്റീവ് എനർജി വരുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ വെക്കാവുള്ളൂ. അതൊരു കുറച്ചുകൂടെ എക്സ്പെർട്ടൈസ് വേണ്ട ഒരു വർക്കാണ്. ഇതിനത് ആവശ്യമില്ല. ഞാൻ പലയിടത്തും ഇത് ചെയ്തിട്ടുണ്ട്. ഈ എർത്ത് ഫോഴ്സ് കണക്ഷൻ പിരമിഡ് വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇത് വരച്ചു കാണുന്ന വിചാരിക്കുന്നു. അതിൽ വരച്ചില്ലെങ്കിൽ പറയുക. ഓക്കെ. മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളിൽ ഒന്നാമത്തതാണ് എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആവുക. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു. അടുത്തത് രണ്ടാമത്തത് മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളിൽ രണ്ടാമത്തത്. ആദ്യത്താണ് എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആവുക. രണ്ടാമത്തത് ഇങ്ങനെ എഴുതിക്കൊള്ളൂ: മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും 2. തായ് വീടിന്റെ ചുറ്റിനും മൊത്തം ചുറ്റിനും ദോഷമുണ്ടായിരിക്കുക. നമ്മൾ നേരത്തെ മഹാദോഷങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ വെച്ച തായ് വീടിന്റെ ചുറ്റും മരണച്ചുറ്റാണെങ്കിൽ അത് മഹാദോഷമാണ്. തായ് വീടിന്റെ ചുറ്റ് മരണച്ചുറ്റായിട്ട് വരുന്ന മഹാദോഷമാണ്. ഇവിടെ തായ് വീടിന്റെ ചുറ്റ് മരണച്ചുറ്റാണെന്ന് പറയുന്നില്ല. തായ് വീടിന്റെ ചുറ്റിനും ദോഷമുണ്ട്. ആയത്തേക്കാൾ കൂടുതൽ വ്യയം ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ യോനിപ്പരുത്തം ഉണ്ടായില്ലെന്ന് വരാം. അതൊക്കെ പക്ഷെ അത് മരണച്ചുറ്റല്ല, അങ്ങനെ പക്ഷെ ദോഷമാണ്. അങ്ങനെ തായ് വീടിന്റെ ചുറ്റിനും അതുപോലെ മൊത്തം ചുറ്റും എന്ന് പറയുമ്പം തായ് വീടെന്ന് പറഞ്ഞാൽ പിന്നെ റൂഫ് പൊങ്ങിയ ഭാഗം, അതുപോലെ എവിടെയെങ്കിലും എക്സ്റ്റൻഷൻ ആയിട്ടൊക്കെ
കുറച്ച് റൂഫ് താന്നോ അല്ലെങ്കിൽ ലിൻഡൽ ലെവലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയാണ് മൊത്തം ചുറ്റ്. അപ്പൊ ആ തായ് വീടിന്റെ ചുറ്റിനും അതുപോലെ തന്നെ മൊത്തം ചുറ്റിനും ദോഷമുണ്ടായിരിക്കുക. അതാണ് ആ ഫാൾട്ട്. അതെങ്ങനെ കറക്റ്റ് ചെയ്ത് നോക്കണം. എഴുതി കഴിഞ്ഞ് വിചാരിക്കുന്നു. ഇത് ഒരു തായ് വീടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു വീട് കാണിച്ചു. അതിന്റെ ഔട്ടർ വാളാണ് കാണിച്ചിരിക്കുന്നത്. ഇത് അതിൻ്റെ എക്സ്റ്റൻഷനാണ്. പടിഞ്ഞാറ്റിനെയായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റൻഷന് ഒരു സ്ലോപ്പിംഗ് റൂഫാണ്. ആ പടിഞ്ഞാറ്റിന് വടക്കേറ്റം വന്ന് സ്ലോപ്പിംഗ് റൂഫ് കൊടുത്തിരിക്കുകയാണ്. എക്സ്റ്റൻഷന്റെ ഭാഗത്ത് സ്ലോപ്പിംഗ് റൂഫാണ്. അത് എക്സ്റ്റൻഷന്റെ വടക്കേറ്റത്തുള്ള റൂഫ് അവിടെ ഭിത്തി താഴ്ന്ന് മറ്റേത് പൊങ്ങിയിരിക്കും. ആയിരത്തി 337 അളവ്, അതായത് പടിഞ്ഞാറ്റിയുടെ പിന്നെ ഈ കാണിച്ചിരിക്കുന്ന അളവെന്ന് പറഞ്ഞത് തായ് വീടിന്റെ നീളമാണ്. എക്സ്റ്റൻഷന്റെ നീളമല്ല, തായ് വീടിന്റെ നീളമാണ് 1337 സെന്റിമീറ്റർ. തായ് വീടിന്റെ വീതി 1250. അവർ തെക്കേറ്റം നോക്കി എഴുതിയിട്ടുണ്ട് 1250. എക്സ്റ്റൻഷന്റെ ഇത് 160. എക്സ്റ്റൻഷൻ കാണിച്ചിരിക്കുന്നതിന്റെ ആ സ്ലോപ്പിംഗ് എക്സ്റ്റൻഷൻ ഉള്ളത് 160 സെന്റിമീറ്റർ. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വീടിന് ആവശ്യമായ ചുറ്റുദോഷ പരിഹാരം വിവരിക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വീടിന് ആവശ്യമായ ചുറ്റുദോഷ പരിഹാരം വിവരിക്കുക. എഴുതിയായിരിക്കുന്നു, പ്രശ്നം എഴുതിയായിരിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വീടിന് ആവശ്യമായ ചുറ്റുദോഷ പരിഹാരം. ആദ്യം അപ്പം ചുറ്റുദോഷം എന്താണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ പോകും. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യനും പടവും ക്വസ്റ്റ്യനും ഓക്കെ. ആദ്യമായി തായ് വീടിന്റെ ആയം, വ്യയം, യോനി ഇത് മൂന്നും കാണണം. തായ് വീടിന്റെ ആയവും വ്യയവും യോനിയും കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആയം, വ്യയം, യോനി കാണാൻ. അപ്പം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അത് തായ് വീടിന്റെ മാത്രം വേണം, മൊത്തം വീടിന്റെ അല്ല. തായ് വീടിന്റെ മാത്രം ആയവും വ്യയവും യോനിയും കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചവർ പറയുക. ആയമോ വ്യയമോ ഇതൊക്കെ ഈ ഇതൊക്കെ തന്നെ തന്നെ ചെയ്യണം. ഞാൻ ഇങ്ങോട്ട് എഴുതി തന്നിട്ട് അത് കോപ്പി അടിച്ച് നിങ്ങള് ഗ്രാജുവേറ്റ് അല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സാണ്. നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ കാണാൻ അറിഞ്ഞിരിക്കണം. ആയം കണ്ടുപിടിച്ചിട്ട് കണ്ടവരെ പറയുക. സ്പീഡിൽ ചെയ്യാൻ പഠിക്കണം. ആയം മാത്രം കണ്ടവര് പറയുക. അത് കഴിഞ്ഞ് മറ്റേ പിന്നെ കാണാം.
ഇത്രയായിട്ട് കണ്ടുപിടിച്ചില്ല. 50 വന്നു. 50 ശരിയാവും സാർ. 50 ആ ഒരിക്കലും വരില്ല. എങ്ങനെയായും കാണുന്നത്? സാർ 71. 71 തെറ്റാണ്. ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുക. ചുറ്റളവ് എങ്ങനെയായിരിക്കണം? ചുറ്റളവ് ഏത് പിന്നെ ഇതിലായിരിക്കണം? കോലങ്കുലം. ചുറ്റളവ് കോലങ്കുലം ആക്കിയിട്ട് അതിനെ 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ആയം. ഇതൊക്കെ ഇനിയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ സാധിക്കണം. പതിനൊന്ന് കിട്ടി. ഇത്ര നേരമായിട്ട് ചെയ്തില്ല, ആയം കണ്ടില്ല. അതൊക്കെ 1 മിനിറ്റ് കൊണ്ട് കാണണം. ആർക്കും കിട്ടിയില്ല ആയം. 11 കിട്ടി സാർ. 11. ആയം 11 ശരിയാണ്. ആയം 11 ശരിയാണ്. ആയം കണ്ടവര് വ്യയവും യോനിയും കാണണം. പതിനൊന്ന് എട്ടില്ല സാറേ? 11:8 വരത്തില്ലേ? ഇല്ല, വരില്ല. നോക്കിക്കോളൂ, ആയം കാണുന്ന നമുക്ക് ചെക്ക് ചെയ്യാതെ ഇത്രയും നേരമായിട്ടും പല്ല് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം പലർക്കും അറിഞ്ഞുകൂടാന്നാണ്. തായ് വീടിന്റെ ചുറ്റും ആദ്യം കണ്ടുപിടിക്കണം. അറിഞ്ഞുകൂടാത്തവരെ എഴുതിക്കൊള്ളുക. ചെയ്തവര് ആയം ചെയ്തവര് വ്യയം കണ്ടുപിടിക്കുക, വ്യയവും യോനിയും കണ്ടുപിടിക്കുക. ചെയ്യാത്തവര് തായ് വീടിന്റെ ചുറ്റും കണ്ടുപിടിക്കുക ആദ്യം. നീളവും വീതിയും തന്നിട്ടുണ്ട്. നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ചുറ്റ് കിട്ടും. അപ്പൊ നമുക്ക് 5175 സെന്റിമീറ്റർ കിട്ടും. എല്ലാവരും കിട്ടുന്നതായിരിക്കും. ഇതാർക്കെങ്കിലും കിട്ടാതുണ്ടോ ചുറ്റ് സെന്റിമീറ്ററിൽ? അതിനെ ഇനി കോലങ്കുലം ആക്കണം. അതൊക്കെ ഇനി പഠിക്കാവില്ലൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് സെന്റിമീറ്ററിനെ കോലങ്കുലം ആക്കുന്നത്, കോലങ്കുലത്തെ സെന്റിമീറ്റർ ആക്കുന്നതൊക്കെ വളരെ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ 71 കോൽ 21 അങ്കുലം കിട്ടും. അതാണ് തായ്വിന്റെ ചുറ്റളവ് കോലങ്കുലത്തിലാക്കുമ്പം 71 കോൽ 21 അങ്കുലം. ഇത് നോക്കി എഴുതരുത്, നിങ്ങൾ തന്നെ ചെയ്യണം. കറക്റ്റ് ആണോ എന്ന് വേണമെങ്കിൽ ഇത് നോക്കാം. കാരണം ഇത് കോപ്പി അടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ ഒക്കില്ല, മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഇനി ആയം കാണണം. ആയത്തെ ചുറ്റളവിനെ കോലങ്കുലം ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ആയം. അപ്പൊ ആയം എന്ന് പറയുന്നത് 71 കോൽ 21 അങ്കുലത്തിനെ 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. ഇതിനകത്ത് 71 21 × 8/12 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുതണം. 71-21 71 കോൽ 21 അങ്കുലം × 8 / 12.
71 8 കൊണ്ട് ഗുണിക്കണം, 21 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 71 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 568 വരും, 21 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 168 വരും, ഡിവൈഡഡ് ബൈ 12. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം. ഇനി ഇവിടെ 168 എന്ന് പറഞ്ഞാൽ അങ്കുലമാണ്. നമുക്കറിയാം 24 അങ്കുലമാണ് ഒരു കോൽ. അപ്പൊ ഈ 168 എത്ര കോലുണ്ട്? 7 കോൽ. 168 അങ്കുലം തുടങ്ങുമ്പോൾ 7 കോൽ എടുക്കുമ്പോൾ 7 ഗുണം 24, 140, 28, 168 വരും. കറക്റ്റ് 168 പറഞ്ഞാൽ 7 കോലാണ്. 24 ഗുണം 7 ആണ് 168. അപ്പോൾ 168 അങ്കുലം പറഞ്ഞാൽ 7 കോലാണ്. അപ്പൊ 568 കൂടെ 7 കൂട്ടണം. ഈ മുകളിലുള്ളത് തന്നെ 168 അങ്കുലം 7 കോൽ. അപ്പൊ 7 കോലും കൂടെ 568 കൂട്ടുമ്പോൾ 575 കോല് വരും മുകളിൽ ബൈ 12. എന്തെങ്കിലും സംശയമായിട്ടായി ചോദിക്കാം. ഇത്രയും ചെയ്തതിൽ എന്നിട്ട് 570 12 ഡിവൈഡ് ചെയ്യുക. അത് നമ്മുടെ കാൽക്കുലേറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യരുത്. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നേരിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നാലേ സിസ്റ്റം കറക്റ്റ് കിട്ടുള്ളൂ. ആയം സമം ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ കാണിക്കുന്നില്ല. നിങ്ങൾ 505 12 ഡിവൈഡ് ചെയ്യുമ്പോൾ സിസ്റ്റം വരുന്നത് 11 ആണ്. അതുപോലെ വേഗം കാണും അടുത്തത്. ഇതേ ഇത് തന്നെ, പക്ഷെ അവിടെ 3 കൊണ്ട് ഗുണിച്ച് 14 കൊണ്ട് ഹരിക്കണം. വേറെ വ്യത്യാസമൊന്നുമില്ല. 3 കൊണ്ട് ഗുണിച്ച് 14 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് വ്യയം. അത് കണ്ടുപിടിക്കുക. ഇതിൻ്റെ അതേ ഇത് തന്നെ 8 നും 12 വരെ 3 ഉം 14 എത്ര കിട്ടുമെന്ന് പറയാം. വ്യയം കിട്ടിയവർ പറയാം. ആർക്കും കിട്ടിയില്ല വ്യയം? 4 തെറ്റാണ്. 5.15. 5.15 അല്ല, 5.15 എന്ന് വരും. 5 പോയിന്റ് എന്ന് പറയരുത്. അത് ദശാംശമല്ല. 5.15, 5.15. ഓരോന്നും ചെയ്യാൻ എളുപ്പമല്ല. നിങ്ങൾ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് ആയം വ്യയം കണ്ടുപിടിക്കാനുള്ളത്. ആയം 11, ആയത്തിന് മാത്രം കംപ്ലീറ്റ് സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. വ്യയത്തിൻ്റെത് ഇതുപോലെ തന്നെ 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 3 കൊണ്ട് ഗുണിച്ച് 14 കൊണ്ട് ഹരിക്കണം. ഇനി അടുത്ത യോനി കാണുക. ആരെങ്കിലും യോനി കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. ഗജയോനി. 7 കേട്ടില്ല. ഗജയോനി. എത്ര ആൻസർ കിട്ടിയത് പറയും. 7 ഗജയോനി. ഗജയോനി തെറ്റാണ്. 7.15 കിട്ടാം സാർ. 7.15 വരും. മറ്റേ 15 അങ്ങനെ കളയാൻ പാടില്ല. 7.15 അതായത് 7 ഗജയോനിയാണ്, 8 വായസയോനിയാണ്. അപ്പൊ ഗജയോനിയുടെയും വായസയോനിയുടെയും ഇടയ്ക്ക് വരും. അപ്പൊ ഇതിനകത്ത് ഗജയോനിയുടെ എഫക്റ്റും വരും, വായസയോനിയുടെ എഫക്റ്റും വരും. ഇൻ ബിറ്റ്വീൻ ഗജം ആൻഡ് വായസം. അപ്പൊ ഇത് മൂന്നും കണ്ടു കഴിഞ്ഞാൽ നോക്ക്, ഇവിടെ വയാധിക ദോഷമില്ല. ആയത്തേക്കാൾ ഭയം കുറവാണ്. അപ്പൊ അത് ഓക്കെയാണ്. പക്ഷെ അതേസമയം യോനിപ്പൊരുത്തം ഇല്ല. കാരണം ഇത് പടിഞ്ഞാറ്റിനെയാണ്. പടിഞ്ഞാറ്റിനെയായിട്ടുള്ള വീടിന് ഏതൊക്കെ യോനിയാകാം? പടിഞ്ഞാറ്റിനെയായിട്ടുള്ള ഒരു വീടിന് ഏതൊക്കെ യോനിയാകാം? അതിലും പറയാം. വൃഷഭയോനി, അത് പറയേണ്ട കറക്റ്റായിട്ട് പറയേണ്ടതാണ്. വൃഷഭയോനി അത്യുത്തമവും ധ്വജം സിംഹം ഗജം യോനികൾ ഉത്തമവും. അങ്ങനെ അതൊക്കെ ഒരു ഷുവറായിരിക്കണം. അതായത് സംശയം വരാൻ പാടില്ല. അതായത് ശരിക്കും വൃഷഭയോനി
അത്യുത്തമമാണ്. ത്വജം സിംഹം ഗജം യോനികൾ ഉത്തമമാണ്. അതായത് 7 പക്ഷെ ഇവിടെ 7 15 ആയിപ്പോയി. അപ്പം വിഷമം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇത് യോനിപ്പൊരുത്തമില്ല. 7 15 അല്ല വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പിന്നെ ഈ വീടിന് വ്യയാധിക്യ ദോഷമില്ല. പക്ഷെ അത് ആയത്തേക്കാൾ വ്യയം കുറവാണ്. പക്ഷെ യോനിപ്പൊരുത്തമില്ല. ഇത് ഏതെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ, അതായത് വ്യയാധിക്യ ദോഷം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ യോനിപ്പൊരുത്തം ഇല്ല എന്നുണ്ടെങ്കിലോ നമുക്ക് ഈ ചുറ്റ് മാറ്റി വെക്കുള്ളൂ. ഈ രണ്ടും കറക്റ്റ് ആയിരിക്കണം. വ്യയാധിക്യ ദോഷം ഉണ്ടാകാൻ പാടില്ല, യോനിപ്പൊരുത്തം ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ ഗജയോ, അതായത് 7 15 എന്ന് പറഞ്ഞാൽ ഗജയോനിക്കും വായസയോനിക്കും മധ്യേ. അപ്പൊ ഈ ഗജയോനിയുടെ എഫക്റ്റും ഉണ്ടാകും, വായസയോനിയുടെ എഫക്റ്റും ഉണ്ടാകും. നമുക്കറിയാം വായസയോനി യോനികളിൽ ഏറ്റവും മോശമായ യോനിയാണ് വായസയോനി. ഇത്ര എഴുതി കാണുന്നതായിരിക്കുന്നു. തായ് വീടിന് യോനിപ്പൊരുത്തമില്ല. കാരണം 7 15 എന്നാണ് നമുക്ക് കിട്ടിയത്. 7 എന്ന് കിട്ടിയെങ്കിൽ കറക്റ്റ് ആയിരുന്നു. 7 എന്ന് പറഞ്ഞാൽ വിഷഭയോനിയാണ്. പക്ഷെ ഇവിടെ 7 കഴിഞ്ഞു. അവിടെ തായ് വീടിന് യോനിപ്പൊരുത്തമില്ല. അപ്പൊ അതിന് കറക്ഷൻ ചെയ്യണം. അപ്പൊ നമുക്കിവിടെ 5175 സെന്റിമീറ്റർ ആണ് ഇപ്പൊ ചുറ്റളവ് തായ് വീടിന്റെ. അവിടെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടിയ നമുക്ക് അനുയോജ്യമായ ചുറ്റളവ് കണ്ടുപിടിക്കണം. 5175 സെന്റിമീറ്റർ കൂടിയ ഉത്തമമായ ചുറ്റ്. വൃഷഭയോനിയോ അല്ലെങ്കിൽ ധ്വജം സിംഹം ഗജം യോനികളോ ഉള്ള ചുറ്റ് കണ്ടുപിടിക്കുക. എല്ലാവരും കണ്ടുപിടിച്ച് പറയുക. എത്ര കിട്ടുമെന്ന് പറയുക. വൃഷഭയോനി ഉത്തമം 71 കോടി. 5112 ഇതിൽ കുറവല്ലേ? കൂടിയ ആണോ? കുറവാണ്. 5175 കൂടുതലാണോ കുറവാണോ? 5112 കുറവാണ് സാർ. കൂടിയത് എടുക്കും. അപ്പൊ കുറവാണെങ്കിൽ നമുക്ക് വീടൊക്കെ പൊളിച്ച് കളയണ്ടേ? ചുറ്റി കറക്റ്റ് ചെയ്യാൻ ഒരിക്കലും നല്ലതല്ല. എപ്പോഴും നമ്മൾ കൂടിയ വേണം എടുക്കാൻ. എത്ര കിട്ടും? 5496. 5496. വൃഷഭം അതിന് മുമ്പ് നമുക്ക് 5448 ഉണ്ടല്ലോ. അത് ഉത്തമമല്ലേ? സിംഹ ഉത്തമം. 5496 എടുക്കാം. 5448 സിംഹ ഉത്തമം എടുക്കാം. അല്ലെങ്കിൽ 5496 വൃഷഭ ഉത്തമം എടുക്കാം. അപ്പൊ അത്യുത്തമമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 5496 വൃഷഭ ഉത്തമം. 5448 എടുക്കുന്നവർക്കും സെയിം ഇത് തന്നെ കിട്ടും. അതിന് തെറ്റൊന്നുമില്ല. കാരണം ഉത്തമമാണ്. ഇത് അത്യുത്തമമാണ്. അപ്പൊ നമ്മൾ ചുറ്റളവ് കണ്ടു. ഈ ചുറ്റളവിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ചുറ്റളവിലുള്ള വ്യത്യാസം നോക്കണം. ചുറ്റിൽ വരുത്തേണ്ട വ്യത്യാസം 5496 മൈനസ് 5175. ഇപ്പൊ 5175 ആണ്. അതിന് 5496 ആക്കണമെങ്കിൽ എത്ര ചുറ്റ് കൂട്ടണം? 321 സെന്റിമീറ്റർ ചുറ്റളവിൽ കൂട്ടണം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 വശം കൂടെ കൂട്ടുന്നതാണ്. അപ്പോൾ നീളം പ്ലസ് വീതിയിൽ, അതായത് നീളത്തിൽ മാത്രം എടുത്താൽ മതി. നീളത്തിൽ വരുത്തേണ്ട വ്യത്യാസം ഇതിന്റെ പകുതിയായിരിക്കും. വീടിന്റെ നീളത്തിൽ വരുത്തേണ്ട വ്യത്യാസം സമം 321/2. 160.5 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ ആ പടം നോക്കുക. എക്സ്റ്റൻഷൻ 160 ഉണ്ട്. ആ എക്സ്റ്റൻഷന്റെ സ്ലാൻഡിങ് റൂഫ് അങ്ങ് പൊളിച്ചു കളയണം. സ്ലാൻഡിങ് റൂഫ് പൊളിച്ചു കളഞ്ഞിട്ട് മറ്റേ പിന്നെ തായ് വീടിന്റെ ആ റൂഫ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം. 160 വരെ 160.5 ആക്കണം. 0.5 സെന്റിമീറ്റർ, അതായത് 5 മില്ലിമീറ്റർ. 5 മില്ലിമീറ്റർ 0.5 സെന്റിമീറ്റർ കൂടെ അത് കൂട്ടി പിന്നെ അത് വാർക്കണം. സെയിം ലെവലിൽ വാർക്കണം. തായ് വീടിന്റെ അതേ പൊക്കത്തിൽ തന്നെ ഇപ്പൊ ഉള്ള സ്ലോപ്പിംഗ് റൂഫ് പൊട്ടിച്ച് കളഞ്ഞിട്ട്
സെയിം പറ്റിയ ഉത്തമമായി ചുറ്റി വരും. വയാധിക ദോഷം, അത് ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി എഴുതുന്നതേ ഉള്ളൂ, താഴെ ബ്രാക്കറ്റിൽ എഴുതുക. കാരണം വയാധിക ദോഷമോ യോനിപ്പരുത്തമോ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും മാറ്റി വെക്കുള്ളൂ. വയാധിക ദോഷം, യോനിപ്പരുത്തം ഇല്ലായ്മ. ഇവിടെ വയാധിക ദോഷം ഇല്ല, പക്ഷെ യോനിപ്പരുത്തം ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ചുറ്റും മാറ്റിയത്. വയാധിക ദോഷം, യോനിപ്പരുത്തം ഇല്ലായ്മ എന്നീ ദോഷങ്ങളിൽ ഏതെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിലും ചുറ്റളവ് മാറ്റി ഉത്തമത്തിൽ കൊണ്ടുവരണം, ഉത്തമത്തിൽ കൊണ്ടുവരേണ്ടതാണ്. ഒന്ന് എഴുതിക്കൊള്ളൂ. കാരണം നമ്മളെപ്പോഴും പുതിയതായി ചെയ്യുമ്പോൾ അത് ദോഷങ്ങളൊന്നും ഇല്ലാതെ വേണം ചെയ്യാൻ. വയാധിക ദോഷവും പാടില്ല, യോനിപ്പരുത്തം ഇല്ല എന്നുള്ളതും പാടില്ല. യോനിപ്പരുത്തം ഉണ്ടാകണം. അതാണ് നേരത്തെ 160.5 സെന്റിമീറ്റർ പിന്നെ തായ്വീടിന്റെ അതേ പൊക്കത്തിൽ എക്സ്റ്റൻഷൻ്റെ എവിടെയും വാർത്ത് ഒരു 1/2 സെന്റിമീറ്റർ കൂടെ നീട്ടി വാർത്ത് കഴിഞ്ഞാൽ ഉത്തമമായ വയാധിക ദോഷവും കാണില്ല, യോനിപ്പരുത്തവും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ അവസാന പടം കൂടെ വരച്ച് കാണിക്കണം. പടിഞ്ഞാറ്റിനി 1337.5 തായ്വീടിൻ്റെ നേരത്തെ ഉള്ളത്. 1250 വീതി, 160.5 ആക്കണം. നേരത്തെ 160 എന്നുള്ളത് 160.5 ആക്കണം. ഹൈറ്റ് സെയിം ഹൈറ്റും ആണ്. മേൽക്കൂര തായ്വീടിൻ്റെ അത്ര പൊക്കി ചെയ്യണം. അതായത് എക്സ്റ്റൻഷൻ്റെ ഒരാരോട് എക്സ്റ്റൻഷൻ്റെ മേൽക്കൂര തായ്വീടിൻ്റെ അത്രയും പൊക്കി ചെയ്യണം. സാർ ഈ 5 സെന്റിമീറ്റർ തേപ്പിൽ അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ? തേപ്പിൽ അഡ്ജസ്റ്റ് ചെയ്താലും മതി. സാർ 5 സെന്റിമീറ്റർ കനത്തിലെ തേക്കുമ്പോൾ 2 ഭിത്തി, ഒരു ഭിത്തിയുടെ കനം തിക്നെസ് 12 കൂടാൻ പാടും. അല്ല, നമ്മള് പിന്നെ ഈ കറക്ഷന് വേണ്ടി ചെയ്യുമ്പോൾ 160.5 സെന്റിമീറ്റർ വേണം ആ മുറിയുടെ. പിന്നെ ഇപ്പൊ 160 160.5 ആക്കണം. അപ്പൊ ആ 5 സെന്റിമീറ്റർ തേപ്പിൽ കുറച്ച് ഒരു അര സെന്റിമീറ്റർ അല്ലെങ്കിൽ 5 മില്ലിമീറ്റർ കൂടെ ഒന്ന് കനം കൂട്ടിക്കഴിഞ്ഞാലും സെയിം എഫക്റ്റ് കിട്ടും. അങ്ങനെയല്ലേ അത് മാറ്റാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ലല്ലോ. ഇതാണ് ഏറ്റവും നല്ല വഴി. അല്ലെങ്കിൽ നമ്മൾ വേറെ അടുത്ത ചുറ്റിലോട്ടോ മറ്റോ പോയി നോക്കേണ്ടി വരും. ഇതിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും തായ്വീടിൽ തന്നെ ഏറ്റവും ഉത്തമമായി ചുറ്റി കിട്ടും. നമ്മൾ നോക്കിയിട്ട് ഓരോന്നും ഓരോ വിധത്തിലായിരിക്കും, ഓരോ കണക്കിലും എല്ലാത്തിനും ഇതുപോലെ ആയിരിക്കണമെന്നില്ല. അതിലെങ്ങനെയാണ് നോക്കിയിട്ട് അതിൽ ഉത്തമം ആയിക്കൊണ്ടുവരിക. എപ്പോഴും നമ്മൾ ഒരു ഭാഗം പൊളിച്ച ചുറ്റിനെ കുറയ്ക്കാൻ നോക്കരുത്, ചുറ്റിനെ കൂട്ടുമാകുമ്പോൾ നമുക്ക് ഇപ്പൊ ഒന്നുകിൽ ഇങ്ങനെ റൂഫ് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ 2 തൂണ് വെച്ച് ബീം വെച്ച് ചെയ്യാം. അതൊക്കെ ചെയ്യാൻ പറ്റും കൂട്ടുവാണെങ്കിൽ. ഇത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം മേൽക്കൂര താഴ്വീടിന്റെ അത്ര പൊക്കി ചെയ്യണം. 160 സെന്റിമീറ്റർ വീതി എന്നുള്ളത് 160.5 സെന്റിമീറ്റർ ആക്കണം. ഇതാണ് എൻ്റെ ആൻസർ. ഇനി നമുക്ക് ഇതിന്റെ നീളം L/B ഒക്കെ ചെക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ തായ്വീടിന്റെ നീളം കൂട്ടി, അപ്പൊ L/B പാതോനോ ഒറ്റ വരുന്നത് ചെക്ക് ചെയ്ത് നോക്കണം എപ്പോഴും. ഇപ്പൊ നീളം എന്ന് പറഞ്ഞാൽ 1337.5 പ്ലസ് 160.5 ആവും, 1.2 വരും L/B. അപ്പൊ പാദാധികം തന്നെയാണ്, അല്ല സമതലമാണ്. പാദാധികമാണെങ്കിൽ 1.25 ആണ്, സമതലമാണ്. പക്ഷെ സമതലം ഇസ് ഓക്കെ, ആകാം. ഉത്തമം എന്ന് പറയാൻ ഒക്കില്ല, മധ്യമമാണ്, എന്നാലും സമതലം ആകാം. അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പം നീട്ടുമ്പോഴത്തേക്ക് പിശാച വീതിക്ക് ഉള്ള സ്ഥലം ഉണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് പിശാച വീതിക്കുള്ള സ്ഥലം എങ്കിൽ നമ്മൾ പിന്നെ ഭിത്തിയൊക്കെ കെട്ടി, അതായത് ഫൗണ്ടേഷൻ, ബേസ്മെന്റ്, ഭിത്തി, റൂഫൊക്കെ കെട്ടി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ
പിശാചവീതിക്ക് ബ്ലോക്ക് വരാൻ പാടില്ല, വീടിന് സ്ഥാനദോഷം വരാൻ പാടില്ല, അതൊക്കെ നോക്കണം. പിശാചവീതി, സ്ഥാനം തുടങ്ങി എല്ലാം പരിശോധിക്കണം. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യാവൂ. എപ്പോഴും ഇത് ശരിയായെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിശാചവീതിക്ക് തടസ്സം വരും. പിശാചവീതിക്ക് തടസ്സം ഉണ്ടാകുന്ന മഹാദോഷമാണ്, നമുക്കൊരു ആദ്യത്തെ മഹാദോഷമാണ് പിശാചവീതിക്ക് തടസ്സം ഉണ്ടാകുന്നത്. അപ്പം ഈ സാമാന്യ ദോഷം ഉണ്ടായിരുന്നത് മാറി നമ്മൾ മഹാദോഷം ആക്കുകയാണ്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. സ്ഥാനദോഷം ഉണ്ടോ നോക്കണം, ഇതെല്ലാം പരിശോധിക്കണം. അടുത്ത മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും മൂന്നാമത്തതാണ്. മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും 3, 2 കഴിഞ്ഞു. ഈശാനുമൂല, അഗ്നിമൂല, വായുമൂല എന്നിവയിൽ ഏതെങ്കിലും 1 or 2 മൂലകൾ അപൂർണമായിരിക്കുക. കൈക്കൊള്ളു. ഇത് തന്നെയായിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കന്നിമൂല മാത്രം അപൂർണമായിരുന്നാൽ മിസ്സിംഗ് കോർണർ ആണെങ്കിൽ അത് മഹാദോഷമാണ്. ഈ 3 മൂലയും ഈശാനുമൂല, അഗ്നിമൂല, വായുമൂല, ഇത് 3 അപൂർണമായിരുന്നാൽ, അല്ലെങ്കിൽ 3 മിസ്സിംഗ് ആയിരുന്നാൽ, മിസ്സിംഗ് കോർണർ ആയിരുന്നാൽ അതും മഹാദോഷമാണ്. പക്ഷെ ഇവിടെ 3-ൽ ഏതെങ്കിലും 1 or 2 അപൂർണമായിരിക്കും, അപ്പോൾ അത് സാമാന്യ ദോഷമാവുന്നു. ഈശാനുമൂല, അഗ്നിമൂല, വായുമൂല എന്നിവയിൽ ഏതെങ്കിലും 1 or 2 മൂലകൾ അപൂർണമായിരുന്നാൽ സാമാന്യ ദോഷമാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ അത് വേറൊന്നുമില്ല. നമ്മൾ നേരത്തെ മഹാദോഷത്തിൽ പരിഹരിച്ച അതേ ഇത് തന്നെ. കാരണം ഈശാനുമൂലയിലാണ് പരിഹരിക്കേണ്ടത്, ആ അപൂർണ മൂല പരിഹരിക്കേണ്ടത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, മഹാദോഷത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. കറക്റ്റ് മൂലയ്ക്ക് ഒരു തൂണ ചെയ്തിട്ട് 2 ബീം കൊണ്ട് മെയിൻ വീടുമായിട്ട് ആ റൂഫുമായിട്ട് ഘടിപ്പിക്കുക. അഗ്നിമൂലയിലും വായുമൂലയിലും ആണെങ്കിൽ 2ഉം, അതായത് മുറിയായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ തൂണും ബീമും ചെയ്യാം, 2 ഒരുപോലെയാണ്. അത് ക്ലിയർ ആയിട്ട് നമ്മൾ മഹാദോഷങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ വീണ്ടും പറയുന്നില്ല. 21 മഹാദോഷങ്ങളിൽ 8ാമത്തെ ദോഷപരിഹാരം നോക്കുക. 8ആണ് ഈ 3 മൂലകൾ അപൂർണമായിരുന്നാൽ. അതിനകത്ത് ഇത് പറയുന്നുണ്ട്, ഈശാനുമൂല പിന്നെ തൂണും ബീമും ചെയ്യണം, അഗ്നിമൂലയിലും വായുമൂലയിലും അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ മുറിയായിട്ടും ആക്കാം. 2 ഒരുപോലെ ഉള്ളൂ. അത് നമ്മുടെ 21 മഹാദോഷങ്ങളിൽ 8ാമത്തെ മഹാദോഷം. ഇപ്പൊ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് റെഫർ ചെയ്താൽ ഇതിന്റെ ആൻസർ കിട്ടും. ഇതാണ് 3. അടുത്ത 4ാമത്തത്. 4 ABC ഉണ്ട്. മുറികളുടെ ഉൾച്ചുറ്റിനുള്ള ദോഷപരിഹാരങ്ങൾ. നമ്മളിപ്പോ നേരത്തെ എടുത്തേക്ക മുറിയുടെ വെളിയിലത്തെ ചുറ്റാണ്. ഇപ്പൊ മുറികളുടെ അല്ല, വീടിന്റെ വെളിയിലത്തെ ചുറ്റാണ് നേരത്തെ എടുത്തത്. ഇനി മുറികളുടെ ഉൾച്ചുറ്റിനുള്ള ദോഷപരിഹാരങ്ങൾ. എഴുതിയായിരിക്കുന്നു. ഈ ഒരു പടം വരച്ചോളൂ. 360 സെന്റിമീറ്റർ നീളവും 340 സെന്റിമീറ്റർ വീതിയും ഒരു മുറിയുടെ ഉള്ളളവാണ്. അപ്പൊ ഈ മുറിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ നോക്കുക, ചുറ്റുദോഷമുണ്ടോ നോക്കുക ആദ്യം. നോക്കിയിട്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പറയാം. പെട്ടെന്ന് വേണതൊക്കെ. എന്തെങ്കിലും ദോഷമുണ്ടോ? ആരും കണ്ടുപിടിച്ചോ? മരണച്ചുറ്റാണ്. എങ്ങനെ കിട്ടി? 1400 ഇതിന്റെ വരുന്നത്. അതായത് നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് കുടിക്കണം. 360 340 കൂടെ കൂട്ടി 2 കൊണ്ട് കുടിക്കുമ്പോൾ നമുക്ക്
പിന്നെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മുറിയുടെ ഉൾച്ചുറ്റ് സമം 1260 മുതൽ 360 പ്ലസ് 340 ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈഡ് ബൈ 2 1400 സെന്റിമീറ്റർ. നമുക്കറിയാം 1215 മുതൽ 1458 വരെയുള്ള എല്ലാം മരണച്ചുറ്റാണ്. അപ്പൊ ഇത് മരണച്ചുറ്റാണ്. അപ്പൊ ഇങ്ങനെ മരണച്ചുറ്റ് വന്നു കഴിഞ്ഞാൽ കബോർഡ് അല്ലെ അലമാര ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. ഇത്ര എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പറയുക. ഓക്കെ, അടുത്ത ഉത്തമമായ ചുറ്റ് നമുക്ക് 1400 കിട്ടിയത്. അതിന്റെ അടുത്ത ഉത്തമമായ ചുറ്റ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുക. ഉൾച്ചുറ്റിന് നമ്മൾ പടിഞ്ഞാറ്റി കിഴക്കിന് അത് നോക്കേണ്ട ആവശ്യമില്ല. ഏതിന് ഉൾച്ചുറ്റ് കിടക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അത്. അതുകൊണ്ട് അടുത്ത 1400 കഴിഞ്ഞാലുള്ള ഉത്തമമായ ചുറ്റ് നോക്കുക. 1464 കിട്ടി. അത് കിട്ടിയില്ലേ? 1464. അടുത്ത ഉത്തമമായ ചുറ്റ് 1464 സെന്റിമീറ്റർ. അപ്പൊ ചുറ്റ് എത്ര കൂട്ടണം? 64 സെന്റിമീറ്റർ. ചുറ്റ് 64 സെന്റിമീറ്റർ. അപ്പൊ ഇതിങ്ങനെ എഴുതി കൂടാ. ചുറ്റ് 64 സെന്റിമീറ്റർ കൂട്ടണം. അപ്പൊ അതെങ്ങനെ കൂട്ടും? കബോർഡ് അല്ലെ അലമാര ചെയ്ത് കൂട്ടുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നോക്കുക, ഇത് നേരത്തെ ഉള്ള മുറിയാണ്. 360 നീളം, 350 വീതി. അതിന് വ്യത്യാസമില്ല. ഇനി ഇതിനകത്തൊരു കബോർഡ് ചെയ്ത് ഇതിനെ നമുക്ക് 1464, ഇപ്പൊ 1400 ഈ മുറിയുടെ. അതിനെ കബോർഡ് ചെയ്ത് 64 സെന്റിമീറ്റർ കൂട്ടണമെങ്കിൽ അതിന്റെ പകുതി 32 സെന്റിമീറ്റർ തള്ളുള്ള കബോർഡ് നോക്കുക. അതിങ്ങനെ ഒരു അലമാര ഇവിടെ ചെയ്യുക. അപ്പോൾ ഒരു അകത്ത് ചെറിയ അതിന്റെ കബോർഡ് ഫോർ പെരിമീറ്റർ കറക്ഷൻ. കബോർഡ് അലമാര എന്ന് പറയാം. 32 സെന്റിമീറ്റർ ആയിരിക്കണം തള്ള്. കാരണം 64ന്റെ പകുതി. അതിന്റെ വീതി മിനിമം 100 സെന്റിമീറ്റർ വേണം. എപ്പോഴും പെരിമീറ്റർ കറക്ഷന് വേണ്ടി ചെയ്യുന്ന കബോർഡിന് മിനിമം 1 മീറ്ററെങ്കിലും വീതി വേണം. അല്ലെങ്കിൽ ആ എഫക്റ്റ് വരില്ല. ഇപ്പൊ 32 64 സെന്റിമീറ്റർ കൂടും പെരിമീറ്റർ. ഏരിയ കുറയുമെങ്കിലും പെരിമീറ്റർ കൂടും. ഇത് സാറേ റൂമിനുള്ളിലല്ലേ ചെയ്യുന്നത്? മുറിക്കകത്ത് ഇത് കാണാമല്ലോ. മുറിക്കകത്തല്ലേ ചെയ്യുന്നത്. മുറിക്കകത്തോട്ട് അലമാരി ഭിത്തിയോട് ചേർത്ത് താഴെ മുതൽ റൂഫ് വരെ ഉണ്ടായിരിക്കണം ഈ അലമാര. പിന്നെ അതായത് ഫ്ലോർ ലെവൽ മുതൽ റൂഫ് ലെവൽ വരെ ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ് ഹൈറ്റിൽ ചെയ്യണം. അതുപോലെ മൂല ചേർത്ത് ചെയ്യാൻ പാടില്ല. മൂല ചേർത്ത് ചെയ്താൽ പെരിമീറ്റർ മാറില്ല. അത് കാണിക്കാം, നോക്കാം. Not less than 100 meter, 100 centimeter. ചെയ്യുന്ന അലമാരയ്ക്ക് മിനിമം 1 മീറ്റർ 100 സെന്റിമീറ്റർ വീതി ഉണ്ടായിരിക്കണം. തറ മുതൽ റൂഫ് വരെ അതും കൂടെ നോട്ട് ചെയ്തോണം. തറ മുതൽ റൂഫ് വരെ തൊട്ടിരിക്കണം. കംപ്ലീറ്റ് ഹൈറ്റിൽ ചെയ്യണം. മൂല ചേരാൻ പാടില്ല. അപ്പോൾ ഇത് ഇത്രയും എഴുതി കഴിഞ്ഞാൽ താഴെ എഴുതേണ്ടത് ഞാൻ പറയാം. ഇത്രയും വരച്ചു എഴുതിയല്ലോ. താഴെ എഴുതിക്കോളൂ. ആരെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പറയണം. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞില്ലെങ്കിൽ പറയണം. ഓക്കെ, എന്നിട്ട് താഴെ എഴുതിക്കോളൂ. ചിത്രത്തിൽ കാണുന്നത് പോലെ
ചിത്രത്തിൽ കാണുന്നത് പോലെ മുറിയുടെ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ചിത്രത്തിൽ കാണുന്നത് പോലെ മുറിയുടെ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ കോമ ചിത്രത്തിൽ കാണുന്നത് പോലെ മുറിയുടെ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ കോമ ഭിത്തിയിൽ നിന്നും 32 സെന്റിമീറ്റർ തള്ളുള്ള ഭിത്തിയിൽ നിന്നും 32 സെന്റിമീറ്റർ തള്ളുള്ള ഒരലമാര ചിത്രത്തിൽ കാണുന്നത് പോലെ മുറിയുടെ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ഭിത്തിയിൽ നിന്നും 32 സെന്റിമീറ്റർ തള്ളുള്ള ഒരലമാര കോമ 100 സെന്റിമീറ്ററിൽ കുറയാതുള്ള വീതിയിൽ 100 സെന്റിമീറ്ററിൽ കുറയാതുള്ള വീതിയിൽ 100 സെന്റിമീറ്ററിൽ കുറയാതുള്ള വീതിയിൽ കോമ മൂലകൾ ചേരാതെ ചെയ്ത് മുറിയുടെ ചുറ്റ് ഉത്തമമാക്കണം. അല്ലെങ്കിൽ മൂലകൾ ചേരാതെ ചെയ്തെന്ന് വേണ്ട, മൂലകൾ ചെയ്തെന്നുള്ള വിട്ടുക. 100 സെന്റിമീറ്ററിൽ കുറയാതുള്ള വീതിയിൽ മൂലകൾ ചേരാതെ അത് കഴിഞ്ഞിട്ടുള്ള വെട്ടുക, ചെയ്ത് മുറിയുടെ ചുറ്റും ഉത്തമമാണെന്നുള്ള വെട്ടുക. അപ്പം ചിത്രത്തിൽ കാണുന്നത് പോലെ മുറിയുടെ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ഭിത്തിയിൽ നിന്നും 32 സെന്റിമീറ്റർ തള്ളുള്ള ഒരു അലമാര 100 സെന്റിമീറ്ററിൽ കുറയാതുള്ള വീതിയിൽ മൂലകൾ ചേരാതെ തറ മുതൽ സീലിംഗ് വരെ ചെയ്ത് തറ മുതൽ അല്ലെങ്കിൽ ഫ്ലോർ ലെവൽ മുതൽ സീലിംഗ് വരെ ചെയ്ത് ചുറ്റ് ഉത്തമമാക്കണം. തറ മുതൽ സീലിംഗ് വരെ ചെയ്ത് ചുറ്റ് ഉത്തമമാക്കണം. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഇപ്രകാരം ചെയ്യുന്ന അലമാര ഏതെങ്കിലും മൂല ചേർത്ത് ചെയ്താൽ ചുറ്റിന് വ്യത്യാസം ഉണ്ടാകുന്നതല്ല. ഒരു സെക്കൻഡ്. അതായത് ക്വസ്റ്റ്യൻ 4A ദോഷപരിഹാരത്തിന് അലമാര മൂല ചേർത്ത് ചെയ്താൽ പ്രയോജനം ഉണ്ടാവില്ല. അതെന്തുവാണെന്ന് കാണിക്കാം. വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പൊ നോക്കുക, പിന്നെ വരയ്ക്കാതെ നോക്കുക. ഇവിടെ ആ മൂല തെക്ക് പടിഞ്ഞാറ് മൂലയില് നമ്മൾ പച്ച നിറത്തിൽ കുറച്ച് വരച്ചിട്ടുണ്ട്, ചുവന്ന നിറത്തിൽ വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ചുമന്ന വരയും പച്ച വരയുടെ നീളം ഈക്വലാണ്. ചുമന്ന വര 2 വശം കൂടെ കൂട്ടിയാലും പച്ച വര 2 വശം കൂടെ കൂട്ടിയാലും ഈക്വലാണ്. അപ്പൊ മൂല ചേർത്താണ് അലമാര ചെയ്യുന്നതെങ്കിൽ പിന്നെ അലമാര ചെയ്യുന്ന ചുമന്ന വരയെ കൂടെ ആണ്ട് ചുറ്റു പോവും. ആ പച്ച വര നേരത്തെ ഉള്ള ചുറ്റ് തന്നെ ആയിരിക്കും, ചുറ്റിന് വ്യത്യാസം വരില്ല. 1 2 ഓരോ സൈഡ് ചെയ്തിരിക്കുക. 2 3 4 5 6 ഇതാണ് നേരത്തെ ഉള്ള ചുറ്റ്. 1 2 3 4 5 6 കൂടെ ഈ 5 കൂടെ കൂട്ടും, അല്ലെങ്കിൽ 6 കൂടെ കൂട്ടുന്നതാണ് നേരത്തെ ഉള്ള ചുറ്റ്. ഇപ്പോഴത്തെ ചുറ്റെന്ന് പറഞ്ഞാൽ ഈ അലമാര ചെയ്ത് കഴിഞ്ഞാലുള്ള ചുറ്റ് 1 2 3 ആ ചുവപ്പ് നിറം വരും, 4 വരും. അപ്പം ചുവപ്പ് നിറത്തിലുള്ള 3 4 കൂടെയും പച്ച നിറത്തിലുള്ള 3 4 കൂടെ കൂട്ടുമ്പോൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ അലമാര മൂല ചേർത്ത് ചെയ്താൽ വ്യത്യാസം ഉണ്ടാവില്ല. അതിന്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. അലമാര മൂല ചേർത്ത് ചെയ്താൽ ചുറ്റളവിന് വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളതിന് എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ പറയുക. അവിടെ സൈഡിൽ 3+4 പച്ച നിറത്തിലുള്ള 3+4ഉം ചുമന്ന നിറത്തിലുള്ള 3+4ഉം തുല്യമാണ്. അപ്പോൾ ഉൾച്ചുറ്റിന് വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മൂല ചേർക്കാതെ ചെയ്യണമെന്ന് പറയുന്നത്. മൂല ചേർത്ത് ചെയ്ത ഒരു അലമാരി ചെയ്യാമെന്നല്ലാതെ ചുറ്റിന് വ്യത്യാസം ഉണ്ടാവില്ല.
അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കറക്റ്റായിട്ടുള്ള ചുറ്റളവിനാണ് മുറി ചെയ്തു തന്നിരിക്കട്ടെ, ഉത്തമമായ ചുറ്റളവിൽ മുറി ചെയ്തിരിക്കുന്നു. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കബോർഡ് ചെയ്യണമെങ്കിൽ മൂല ചേർത്തേ ചെയ്യാവൂ. കാരണം ആ ഉത്തമമായ ചുറ്റളവ് മാറില്ല. മൂല ചേർക്കാതെ ചെയ്താൽ ചുറ്റളവ് മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്ക് ആദ്യമേ പ്ലാൻ ചെയ്ത് ഉത്തമമായ ചുറ്റിലുള്ള മുറിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൂല ചേർക്കാതെ അലുമാരി ചെയ്താൽ ഉത്തമമായ ചുറ്റളവൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് ചുറ്റളവ് എപ്പോഴും ഉത്തമമായ ചുറ്റളവാണെങ്കിൽ അതിന് അലമാരി ചെയ്യുമ്പോൾ മൂല ചേർത്തേ ചെയ്യാവൂ. മൂല ചേർത്ത് ചെയ്യുമ്പോൾ പഴയ ഉത്തമമായ ചുറ്റളവ് തന്നെ പിന്നെയും കാണും, വ്യത്യാസം വരില്ല. അപ്പൊ ഇത് പിന്നെ ചുറ്റളവ് കറക്റ്റ് ചെയ്യാനാണെങ്കിൽ ഇത് പാടില്ല. ചുറ്റളവ് കറക്റ്റ് ചെയ്യാൻ സെയിം ചുറ്റളവ് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ഇത് മൂല ചേർത്ത് തന്നെ ചെയ്യണം. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഷെൽഫ് അല്ലാതെ വേറെ പരിഹാര മാർഗങ്ങള്? ഷെൽഫ് അല്ലാതെ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യാം, അത് അതിലേക്ക് വരും. പക്ഷേ ഇത് അലമാര ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത് 100% എഫക്റ്റീവാണ്. 100% ചുറ്റിന് വ്യത്യാസം വരും, ഉത്തമമായിട്ട് വരും. പക്ഷേ പിരമിഡ് വെച്ച് നമ്മൾ ചുറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 60 അല്ലെങ്കിൽ മാക്സിമം 70% കൂടുതൽ കറക്ഷൻ വരില്ല. ഒരു 30 to 40% ദോഷം അവിടെ പിന്നെയും കിടക്കും പിരമിഡിൽ. കാരണം പിരമിഡിന് ഇത് ഫിസിക്കലായിട്ട് തന്നെ അലമാരി ചെയ്യുമ്പോൾ ഫിസിക്കലായിട്ട് തന്നെ ചുറ്റ് മാറുകയാണ്. പിരമിഡ് വെച്ച് ചെയ്യുമ്പോൾ എനർജി ലെവലിലാണത്, എനർജി ലെവലിലെ ചുറ്റിനെ മാറ്റുകയാണ്. അപ്പോൾ അത് 100%. അത് മാത്രമല്ല, ഇപ്പൊ ഇവിടെ ചെയ്ത പോലെ കൂട്ടാൻ ഒക്കില്ല, കുറയ്ക്കാനേ ഒക്കും. അത് നമ്മൾ അടുത്ത ഒരു എക്സാമ്പിൾ പഠിക്കും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ല, അടുത്ത ഒരു കണക്ക് അതിന് അല്ലെങ്കിൽ അതും കൂടെ നിങ്ങളത് ചെയ്തുകൊണ്ട് നോക്കുക. ചിത്രത്തിൽ കാണുന്ന മുറിയുടെ ഉൾച്ചുറ്റിനുള്ള ദോഷപരിഹാരം കാണുക. (330 സെന്റിമീറ്റർ 300 സെന്റിമീറ്റർ 330 സെന്റിമീറ്റർ നീളവും 300 സെന്റിമീറ്റർ വീതിയുമുള്ള ഉള്ളിലളവുള്ള ഒരു മുറിയുടെ ഉൾച്ചുറ്റിനുള്ള ദോഷപരിഹാരം കാണുക. അത് നോക്കുക, വീട്ടിൽ പോയി ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഒരു മെത്തേഡ് അല്ലെങ്കിൽ വേറെ മെത്തേഡ് നോക്കണം, എങ്ങനെ അതിനെ ചുറ്റിനെ ഉത്തമമാക്കാം. എത്ര സെന്റിമീറ്റർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ഉത്തമമാക്കാം. അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കുക. ഇത് അടുത്ത ദിവസം വരുമ്പോൾ ചെയ്തുകൊണ്ട് വരണം. വെറുതെ കൊണ്ടുപോയാൽ പോലെ ചെയ്ത് നോക്കിയിട്ട് ആൻസർ അടുത്ത ക്ലാസ്സിൽ ആൻസർ പറയണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ്. 9:48 മറ്റേ സെക്കൻഡ്. ഇപ്പം നിങ്ങൾക്ക് സംശയങ്ങൾ ഇന്ന് പഠിച്ച ഭാഗത്തോ അല്ലെങ്കിൽ പിന്നെ ജനറൽ ആയിട്ടുള്ള സംശയങ്ങളോ ചോദിക്കാം. സംശയമൊന്നുമില്ല. സാർ, ഈ വീടിന്റെ ഈ താഴെ വീടിന് എക്സ്റ്റൻഷൻ ചെയ്യുമല്ലോ സാറേ, എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ ഇതുമായിട്ട് നമ്മള് വീടുമായിട്ട് കണക്ട് ചെയ്ത് ഷീറ്റ് ഇട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നമ്മളെ വീടിന്റെ കണക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ. അതായത് നമ്മൾ അങ്ങനെ അത് മനസ്സിലായി. നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിപ്പോഴ് സെയിം ഇതുപോലെ പിന്നെ ഇപ്പൊ തൂണ് ചെയ്ത് ബീം കൊണ്ട് കണക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചുറ്റും മാറും. പക്ഷെ അതല്ലാതെ ഇപ്പം പൊള്ളയായിട്ടുള്ള പിന്നെ പൈപ്പൊക്കെ വെച്ച് ചെയ്യാം. അകത്ത് പൊള്ളയായിട്ടുള്ള പൈപ്പൊക്കെ വെച്ച് ചെയ്തിട്ട് അപ്പോഴും നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാനും അങ്ങനെ ചെയ്യാം. പൊള്ളയായ പൈപ്പ് വെച്ച് ചെയ്തിട്ട് ആ പൊള്ളയായ ഭാഗത്ത് പിന്നെ മണലും സിമെന്റും കുറച്ച് കരിങ്കലിന്റെ പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒരു മിക്സ് ചെയ്തിട്ട് അത് ഒട്ടും എയർ ഗ്യാപ്പ് ഇല്ലാതെ പിന്നെ പൊള്ളയായിട്ടുള്ള പൈപ്പിൽ കൂടെ അകത്ത് കയറ്റും. അപ്പൊ ആ കണക്ഷൻ വരും, സിമെന്റിൽ കൂടെയുള്ള കണക്ഷൻ വരും. അപ്പൊ അങ്ങനെയും ചെയ്യാം. അതേസമയം പൊള്ളയായ ഭാഗം നിറയ്ക്കാതെ ഗ്യാപ്പായിട്ട് തന്നെ എയർ ഗ്യാപ്പ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ കറക്ഷൻ വരില്ല, ചുറ്റിന് വ്യത്യാസം വരില്ല. ക്ലിയർ ആയോ ചോദിച്ചോ? അത് തന്നെ ഈ ഹൈറ്റും നമ്മള് ഹാഫ് വാള് കെട്ടി, ഈ എക്സ്റ്റൻഷൻ എന്നുള്ള ഹാഫ് വാള് കെട്ടി മുകളിൽ ഷീറ്റ് ഇട്ട് ചരിച്ചാണ് ഇട്ടേക്കുന്നത് ഈ വർക്ക് ഏരിയ കണക്ക്. അപ്പൊ അതും നമ്മളെ മെയിൻ ചുറ്റളവിനെ ബാധിക്കത്തില്ലല്ലോ.
ഇല്ല, ഹാഫ് വാൾ കെട്ടിയാലും ഹാഫ് വാളിന്റെ മുകളിലുള്ള ഭാഗം ഒന്നുകിൽ പിന്നെ ഗ്രില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും കാണില്ല. അപ്പൊ അങ്ങനെ അത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. ആ മുറി ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള മുറിയുടെ ചുറ്റിന് പ്രാധാന്യമില്ല. അത് ക്ലോസ്ഡ് ആണെങ്കിൽ ചുറ്റിന് പ്രാധാന്യമുള്ളൂ. സാറിപ്പോ കഴിഞ്ഞ പൈപ്പില് പിന്നെ കരിങ്കൽ പൊടി നിറക്കുന്ന വെച്ചാൽ അത് പൈപ്പ് മൊത്തമായിട്ട് നിറക്കണം. അതായത് നമ്മളിപ്പം തൂണും ചെയ്യും, അതുപോലെ തന്നെ ബീമും ചെയ്യും. ആ തൂണിലും ബീമിലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചാന്തും പിന്നെ ഈ കരിങ്കലിന്റെ പൊടി കൂടെ മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് അത് ഒട്ടും എയർ ഗ്യാപ്പ് വരാതെ അതിനകത്ത് ആ പൈപ്പിൽ കൂടെ കുത്തി ഇറക്കണം. ഓക്കെ. പക്ഷെ തെക്ക് പടിഞ്ഞാറ് മൂലയില് ഇതുപോലെ കട്ട പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊന്നും ചെയ്താൽ അത് ശരിയാവില്ലായിരിക്കും. തെക്ക് പടിഞ്ഞാറ് മൂലയില് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ വെയിറ്റും ഹൈറ്റും പ്രധാനമായതുകൊണ്ട് ഇങ്ങനെ പൈപ്പ് വെച്ച് ചെയ്താൽ അത് ഫുൾ കറക്ഷൻ ആകില്ല. അതിന് ഏറ്റവും നല്ലത് ഫൗണ്ടേഷൻ, ബേസ്മെന്റ്, ഭിത്തി, റൂഫ് ഒക്കെ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. ബീം കൊടുത്തിട്ട് മേലെ വരെ ബീം കൊടുത്ത് ചെയ്താലും അതിന് പരിഹാരം വരില്ല അല്ലെ? കേട്ടില്ല. അങ്ങനെ ബീം കൊടുത്തിട്ട് ഈ അപൂർണമായ മൂല ബീം കൊടുത്തിട്ട് ചെയ്താലും അപൂർണമായ മൂലയെ നമുക്ക് പൂർണ്ണമാക്കാൻ പറ്റും. പക്ഷെ കന്നിമൂലയുടെ വെയിറ്റ് കുറഞ്ഞു എന്നുള്ള ദോഷം മാറ്റാൻ ഒക്കില്ല. കന്നിമൂലയ്ക്ക് വെയിറ്റ് വരണം എന്നുണ്ടെങ്കിൽ അത് ഫൗണ്ടേഷനും ബേസ്മെന്റും ഭിത്തിയും റൂഫും എല്ലാം ചെയ്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? വേറെ എന്തെങ്കിലും സംശയം? പിന്നെ സർ സ്റ്റെയർ കേസ് ലാൻഡിങ് വരുമ്പോ അതിന്റെ ഇരട്ട സംഖ്യ ആയിരിക്കണം എന്നുള്ളത് ലാൻഡിങ് വരുമ്പോ അതെങ്ങനെയാണ്? ഒന്നുകൂടെ നമ്മുടെ സ്റ്റെയർ കേസ് തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ ഓരോ പ്രാവശ്യവും കാല് പൊക്കി വെക്കുമ്പോൾ ആദ്യം ലാഭം നഷ്ടം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലാഭത്തിൽ തുടങ്ങി ലാഭത്തിൽ അവസാനിക്കണം. അത് മാത്രം നോക്കി കാല് പൊക്കി വെക്കുമ്പോൾ ലാൻഡിങ്ങിൽ കൂടി സെയിം ലെവലിൽ നടന്നു പോകുമ്പോൾ പിന്നെ ലാഭം നഷ്ടം വരില്ല. കാല് എപ്പോഴൊക്കെ പൊക്കി വെക്കുന്നു അപ്പോഴൊക്കെ ഓരോന്നും ലാഭം നഷ്ടം എണ്ണുക. ഓക്കെ. അപ്പൊ ലാൻഡിങ്ങിന്റെ അടുത്ത് ലാഭത്തിൽ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കാല് പൊക്കി വെക്കുന്നത് നഷ്ടത്തിൽ കൗണ്ട് ചെയ്യണം അല്ലെ? നഷ്ടത്തിലൊക്കെ ആയിരിക്കും. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയം? സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം 9:53 ക്ലാസ് നിർത്തുകയാണ്. അപ്പൊ അടുത്ത ആഴ്ചയിലാണ് പിന്നെ ഇന്ന് പറഞ്ഞ ആ പ്രോബ്ലം ചെയ്തുകൊണ്ട് വരിക, ഉൾച്ചുറ്റിനുള്ള ആ കറക്ഷൻ ചെയ്തുകൊണ്ട് വരിക. എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് ഓഫ് ചെയ്യുന്നു.